നമസ്കാരം, സാഗർ റേസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ചാപ്റ്ററിന്റെ പേര് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പം ആദ്യം എന്താണ് സെൽ എന്നറിയണം. എന്താ സെല്ല്? മലയാളത്തിൽ പറഞ്ഞാൽ കോശം എന്നാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സെല്ല്. അപ്പോൾ സെല്ലെല്ലാം കൂടി ചേർന്ന് എന്താവുന്നുണ്ട്? ടിഷ്യൂ ആവുന്നുണ്ട്. ടിഷ്യൂ ചേർന്നിട്ട് ഒരേപോലുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ആകുന്നു. ഓർഗൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഓർഗൻ സിസ്റ്റം എല്ലാം കൂടി കംപ്രൈസ് ചെയ്തിട്ട് നമ്മൾ ഓർഗാനിസം എന്ന് പറയുന്നു. നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ കേൾക്കുന്ന കാര്യമാണിത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് സെൽ എന്ന ഈ ഒരു അടിസ്ഥാന ഘടകത്തിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ പ്രത്യേകതയാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് പറയുന്നു, വാട്ട് ഈസ് എ സെൽ? എന്താണ് സെൽ? നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ് എന്താണ് സെൽ എന്നുള്ള കാര്യം. അപ്പൊ സെല്ല് പറഞ്ഞു എന്താണ്? ഒരു അടിസ്ഥാന ഘടകമാണെന്ന് പറഞ്ഞു. ജീവന്റെ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് സെൽ. അതായത് എല്ലാ ഓർഗാനിസത്തിന്റെയും ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സെല്ലിൽ നടക്കുന്ന ഫങ്ഷൻസ് കൊണ്ടാണ്. സെല്ല് വെറുതെ ഉണ്ട്, സെല്ലിൽ വെറുതെ ഫങ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. എല്ലാ ജീവനുള്ള ഓർഗാനിസത്തിന്റെയും ഫങ്ഷണൽ ചെയ്യുന്ന ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സെല്ലിനകത്ത് ഒരുപാട് ഓർഗനൽസ് ഉണ്ട് അല്ലെ, ഒരുപാട് ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന ഓരോ ആൾക്കാർ സെല്ലിനകത്തുണ്ട്. ഈ ഓരോ ആൾക്കാരും കൂടി ചേർന്ന് ഫങ്ഷൻസ് ചെയ്തിട്ടാണ് സെല്ലിന്റെ ഫങ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഒറ്റ സെല്ല് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഓർഗാനിസത്തിന് നമ്മൾ എന്ത് വിളിക്കും? യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കും. യൂണി എന്ന് വെച്ചാൽ ഒരു സെല്ല് മാത്രമുള്ളതാണ്. ഒറ്റ സെല്ല് കൊണ്ട് ജീവിക്കുന്ന ഓർഗാനിസത്തിന് എന്ത് വിളിക്കുന്നു? യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസം, ഇപ്പൊ മനുഷ്യരുടെ കാര്യം എടുക്കാം, ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഒറ്റ സെല്ലല്ല, നമുക്ക് എന്താണ്? ടിഷ്യൂസ് ഉണ്ട്, ഓർഗൻസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കോർഡിനേഷനോട് കൂടിയാണ് മനുഷ്യരെല്ലാം അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ സംബന്ധിച്ച് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അവരുടെ എല്ലാം ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് ആരാണ്? ആ ഒരു ഒറ്റ സെല്ല് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം ആർക്കില്ല? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഇല്ല. അതാണ് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എന്തുണ്ട്? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് നിന്നാലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വേറൊരു ഓർഗന്റെയോ വേറൊരു ടിഷ്യൂടെയോ ആവശ്യം ആർക്കില്ല? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഇല്ല. രണ്ടാമത് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? എല്ലാ എസെൻഷ്യൽ ഫങ്ഷൻസും ചെയ്യുന്നത് ആരാണ്? ഈ ഒറ്റ സെല്ലാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ എല്ലാ ഫങ്ഷൻസും ആര് ചെയ്തോളും? ആ ഒരു ഒറ്റ സെല്ലുകൊണ്ട് നടന്നോളും. അപ്പോ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് സെൽ ഇല്ല എന്ന് വെക്കൂ. സെല്ലിന് കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രക്ചർ ആ ഒരു ഓർഗാനിസത്തിന് ഇല്ല എങ്കിൽ ആ ഓർഗാനിസത്തിന് എന്തില്ല? ഇൻഡിപെൻഡന്റ് ലിവിങ് ഇല്ല. കാരണം എന്താ? എല്ലാ ഫംഗ്ഷനും ചെയ്യുന്ന ആ ഒരു ഒറ്റ സെല്ല. ആ സെല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അവർക്ക് ഇൻഡിപെൻഡന്റ് ലിവിങ് പോസിബിൾ ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റും? സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്, അല്ലെങ്കിൽ ലിവിങ് തിങ്സ് ആണ്. എല്ലാ ജീവനുള്ള ഓർഗാനിസത്തിന്റെയും ഫണ്ടമെന്റലും അതുപോലെ ഫങ്ഷണൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ആര്? സെല്ല്. അപ്പൊ ഇതാണ് സെല്ലിനെ പറ്റി നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസ് ആയിട്ടുള്ള കാര്യം. ഇത്ര കാര്യങ്ങളാണ് ഒരു സെൽ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട ചെറിയ കാര്യങ്ങൾ. വലിയ കാര്യങ്ങൾ നമുക്ക് പറയാം. നെക്സ്റ്റ് പറയുന്നത് സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. വീണ്ടും പറയുന്നു, സെൽ എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ ബേസിക് യൂണിറ്റ് ആണ്. നമ്മളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിന് ഫൗണ്ടേഷൻ വേണം. അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തിനെല്ലാം ഒരു ഫൗണ്ടേഷൻ വേണം, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം വേണം. ഈ അടിസ്ഥാനം കൊടുക്കുന്ന ആരാണ്? സെല്ലാണ്. സെല്ലില്ലെങ്കിൽ അവിടെ ടിഷ്യൂ ഫോം ചെയ്യില്ല. ടിഷ്യൂ ഇല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യില്ല. ഓർഗൻ സിസ്റ്റം ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? ഓർഗാനിസത്തിനും നിലനിൽപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലൈഫിന്റെ, ഒരു ജീവന്റെ ബേസിക് യൂണിറ്റ് ആണ് ആര്? സെല്ല്. അപ്പോൾ സെല്ല് ഈ ഒരു ബേസിക് യൂണിറ്റ് ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് ടിഷ്യൂ ആയിട്ട് മാറുന്നു. ടിഷ്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഓർഗൻ എടുത്താലും ഈ ഓർഗനകത്ത് എന്താ ഉള്ളത്? ടിഷ്യൂ ആണ് ഉള്ളത്. അപ്പൊ ആ ടിഷ്യൂ എന്തുകൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്? സെല്ല് കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു സെൽ എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ലിവിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് നിലനിൽക്കാനും പറ്റും. അതുപോലെ തന്നെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ടിഷ്യൂലും എന്ത് ചെയ്യാൻ പറ്റും? ടിഷ്യൂലും കൂടി ചേർന്ന് നിൽക്കാൻ ആരെ
ആരെ കൊണ്ട് പറ്റും? സെൽസിനെ കൊണ്ട് പറ്റും. ഇനി ഒരു സെല്ലിൽ എന്തൊക്കെയുണ്ട്, സെൽ എന്തൊക്കെ കൊണ്ടാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട 3 കാര്യങ്ങളാണ്. 3 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് സെല്ലിനുള്ളത്. ആദ്യത്തെ ആള് സെൽ മെംബ്രെയിൻ ആണ്. ഫസ്റ്റ് ആള് സെൽ മെംബ്രെയിൻ. മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പടലമാണ്, ഒരു ലെയർ ആണ്. സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ആള് ന്യൂക്ലിയസ് ആണ്. നമുക്ക് എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അതുപോലെ സെല്ലിന്റെ ബ്രെയിൻ ആണ് ആര്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് പറയുന്ന അനുസരിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്? സെൽസിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേഷനോട് കൂടി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ആളാണ് ന്യൂക്ലിയസ്. മൂന്നാമത്തെ ആള് സൈറ്റോപ്ലാസം ആണ്. സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ് പ്ലസ് സെൽ ഓർഗനൽസ് ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 മേജർ പാർട്സ് ചേർന്നിട്ടാണ് സെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് സെൽ മെംബ്രെയിൻ, രണ്ടാമത്തെ ആള് ന്യൂക്ലിയസ്, മൂന്നാമത്തെ ആള് സൈറ്റോപ്ലാസം. അപ്പോൾ ഒരു സംശയം തോന്നാം, ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസ് ഇല്ലേ? ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസ് പ്രസന്റ് ആണല്ലോ, അപ്പൊ അതിൽ എന്ത് പറ്റും? ഒരു മേജർ പാർട്ടായിട്ട് ന്യൂക്ലിയസ് പറയാൻ പറ്റില്ലല്ലോ എന്ന് നമ്മളിവിടെ പറയുന്നത് സെൽ എന്നൊരു കാര്യം മാത്രമാണ്. സെൽ വിത്തൗട്ട് ന്യൂക്ലിയസ് എന്നോ സെൽ വിത്ത് ന്യൂക്ലിയസ് എന്നോ പറയുന്നില്ല. സെൽ എന്ന് കേൾക്കുമ്പോൾ സെല്ലിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ പറയുമ്പോൾ ആരൊക്കെയാണ്? സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ആണ്. ഇനി സെല്ലിൽ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസ് ഒഴിവാക്കിയിട്ട് ബാക്കി 2 പേരെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സെല്ലിനെ സംബന്ധിച്ച് 3 ചെറിയ കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യത്തേത് സൈറ്റോളജി ആണ്. സൈറ്റോളജി എന്ന് വെച്ചാൽ സ്റ്റഡി അബൌട്ട് സെൽ എന്നാണ്. കോശത്തിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോളജി എന്ന് വിളിക്കുന്നത്. ഇവിടെ സൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം സെൽ എന്നാണ്. ലോജി മീൻസ് സ്റ്റഡി എന്നാണ്. അപ്പം ലോജിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡിയാണ്. അപ്പൊ സെല്ലിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോളജി എന്ന് വിളിക്കുന്നത്. ഇനി സെൽ എന്ന വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വരുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? സ്മോൾ റൂം എന്നാണ്. ചെറിയ മുറി എന്നാണ് സെല്ലിന്റെ അർത്ഥം. ചെറിയ മുറി ഒഴിച്ചിട്ടിരിക്കുകയല്ല, അതിനകത്ത് ഫുൾ എന്തുണ്ട്? ഓർഗനൽസ് ഉണ്ട്. ഈ ഓർഗനൽസിനെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. മൂന്നാമത്തേത് ഹിസ്റ്റോളജി എന്ന വാക്കാണ്. സെല്ലുമായിട്ട് തന്നെ ബന്ധമുള്ളൊരു വാക്കാണ് ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി എന്താണ്? സ്റ്റഡി അബൌട്ട് ടിഷ്യൂസ് ആണ്. ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഹിസ്റ്റോളജി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നാം സെല്ലുമായിട്ട് എന്താ ബന്ധം എന്ന്. ടിഷ്യൂ എന്തുകൊണ്ടാണ് എഴുതിയേക്കുന്നത്? ടിഷ്യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നിട്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത്? ടിഷ്യൂ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി ആണ്. ഈ ഒരു 3 കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഒരു സയന്റിസ്റ്റിന്റെ കാര്യമാണ്. സയന്റിസ്റ്റിന്റെ പേര് ആന്റോൺ വാൻ ലിയോൺഹുക്ക് എന്നാണ്. പേര് കേൾക്കുമ്പോൾ കുറച്ച് കട്ടിയാണ്, എങ്കിൽ അത് അങ്ങനെ പഠിക്കുക. പേരാണ്, നമുക്ക് മാറ്റാനൊന്നും നിർവാഹമില്ല. ആന്റോൺ വാൻ ലിയോൺഹുക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഹോളണ്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? മൈക്രോസ്കോപ്പിന്റെ ലെൻസസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണ്. മൈക്രോസ്കോപ്പിന്റെ ലെൻസസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ മൈക്രോസ്കോപ്പിന്റെ ലെൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് മൈക്രോസ്കോപ്പിനെ പോലെ അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ഏകദേശം അതിന്റെ ഫങ്ഷൻസ് എല്ലാം അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു ലെൻസസ് ആയിരുന്നു ഈ ഒരു ഹോളണ്ടിൽ വെച്ച് നിർമ്മിച്ച ഈ ഒരു മൈക്രോസ്കോപ്പ് ലെൻസസ്. അപ്പൊ ഈ ലെൻസ് ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഈ ആന്റോൺ വാൻ ലിയോൺഹുക്ക് എന്ത് ചെയ്തു? ഹ്യൂമൻസിന്റെ സെൽസും മനുഷ്യരുടെ കോശങ്ങളും അതുപോലെ ബാക്ടീരിയ എന്ത് ചെയ്തു? ആദ്യമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആരാണ് ഹ്യൂമൻസിന്റെ സെൽസും അതുപോലെ ബാക്ടീരിയയും ഫസ്റ്റ് ഒന്ന് പഠിക്കുന്നത്, മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? ആന്റോൺ വാൻ ലിയോൺഹുക്ക് ആണ്. അപ്പൊ ഈ സയന്റിസ്റ്റിന്റെ പേര് മറന്നു പോകരുത്. വലിയൊരു കോൺട്രിബ്യൂഷൻ സയൻസിന് തന്ന ആളാണ് ആന്റോൺ വാൻ ലിയോൺഹുക്ക്. എന്ത് ചെയ്തു? ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിലാണ് ഹ്യൂമൻ സെൽസിനെയും ബാക്ടീരിയ എന്തുകൊണ്ട് പഠിക്കുന്നത്? മൈക്രോസ്കോപ്പ് ലെൻസസ് കൊണ്ട് പഠിക്കുന്നത്. നെക്സ്റ്റ് അടുത്തൊരു സയന്റിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഈ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ബൊട്ടാനിസ്റ്റ് ആണ്. പ്ലാന്റ്സിനെ പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ നടത്തുന്ന ആളാണ്. പേര് മാത്യാസ് ഷ്ലീഡൻ എന്നാണ്. അപ്പൊ പേര് മറന്നു പോകരുത്, മാത്യാസ് ഷ്ലീഡൻ. വർഷം 1838 എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സിനെ എന്ത് ചെയ്തു? പഠിക്കുകയാണ്. ഒരുപാട് എടുത്ത് എക്സാമിൻ ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു പഠനത്തിൽ നിന്ന് ഈ മാത്യാസ് ഷ്ലീഡന് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ പ്ലാന്റ്സ് എഴുതിയേക്കുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് കൊണ്ടാണ്. പല തരത്തിലുള്ള പല ഫങ്ഷൻസ് ചെയ്യുന്ന സെൽസ് കൊണ്ടാണ് പ്ലാന്റ്സ് എഴുതിയേക്കുന്നത്. ഈ സെൽസ് എല്ലാം കൂടി കൂടിച്ചേർന്ന് എന്തു ആകുന്നുണ്ട്? ടിഷ്യൂസ് ഓഫ് ദി പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ടിഷ്യൂസ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മാത്യാസ് ഷ്ലീഡൻ എന്ന് പറയുന്ന ബൊട്ടാനിസ്റ്റ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിന്റെ സെൽസിനെ പറ്റിയും അതുപോലെ
പ്ലാന്റ്സിന്റെ സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ആയിട്ട് മാറുന്ന കാര്യവും പറയുന്നത്. വർഷം മറന്നു വരുന്നത് വർഷം 1838 ഇനി ഇതേ സമയം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് 1839 വേറൊരു സയന്റിസ്റ്റ് വരികയാണ്. സയന്റിസ്റ്റിന്റെ പേര് തിയോഡാർ ഷ്വാൻ എന്നാണ്. അപ്പൊ തിയോഡാർ ഷ്വാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമൽ സെൽസിനെ പറ്റി പഠിക്കുകയാണ്. അനിമൽ സെൽസിനെ പറ്റി പഠിക്കുക മാത്രമല്ല, ഈ സെൽസിന് പുറത്തായിട്ട് ഔട്ടറിലായിട്ട് ഒരു തിൻ ലെയർ കാണുന്നുണ്ട്. ആ തിൻ ലെയറിനെയാണ് നമ്മളിപ്പോ എന്തെന്ന് വിളിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെൽസിനൊരു സെൽ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സെൽസിന്റെ മെംബ്രെയിൻ ഒരു തിൻ ലെയർ ഓഫ് മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതിലാണ് പഠിക്കുന്നത്? അനിമൽ സെൽസിലാണ് പഠിക്കുന്നത്. ഏതാണ് ആ സയന്റിസ്റ്റ്? തിയോഡാർ ഷ്വാൻ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഷ്വാൻ ആൻഡ് സ്ലീഡൻ എന്ന് പഠിക്കാം. ഷ്വാനും സ്ലീഡനും ഇവര് വലിയൊരു ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോ ഷ്വാനും സ്ലീഡനും, ഷ്വാൻ എന്താ ചെയ്തത്? അനിമൽ സെൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്ലീഡൻ എന്താ ചെയ്തത്? പ്ലാന്റ് സെൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇനി ഈ പഠനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി കമ്പറൈസ് ചെയ്തിട്ട് ഒരു തിയറി കൊണ്ടുവന്നു. ആ തിയറിയുടെ പേരാണ് സെൽ തിയറി. അപ്പൊ ഒരാള് പ്ലാന്റ് സെല്ലിനെ പറ്റി പഠിച്ചു വെച്ചിട്ടുണ്ട്, ഒരാള് അനിമൽ സെൽസിനെ പറ്റിയും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പഠനത്തിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് എല്ലാം കൂടി വെച്ചിട്ടാണ് സെൽ തിയറി കൊണ്ടുവരുന്നത്. അപ്പോ സെൽ തിയറി കൊണ്ടുവരുന്ന ആരാണ്? സ്ലീഡനും ഷ്വാനും ആണ്. ഷ്വാൻ ആൻഡ് സ്ലീഡൻ ടുഗദർ ഫോർമുലേറ്റഡ് സെൽ തിയറി. സെൽ തിയറി കൊണ്ടുവരുന്നത് ഷ്വാനും സ്ലീഡനും കൂടി ചേർന്നിട്ടാണ്. ഇനി ഈ ഷ്വാനും സ്ലീഡനും കൊണ്ടുവന്ന ഈ ഒരു സെൽ തിയറി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അപ്പൊ റുഡോൾഫ് വിർഷോ ആ ഒരു സയന്റിസ്റ്റ് കൊണ്ടുവരുന്ന ആ പഠനങ്ങൾ നടത്തുന്ന 1855 നേരത്തെ അനിമൽ സെൽസിനെയും പ്ലാന്റ് സെല്ലിനെയും പറ്റി പഠിക്കുന്ന 1838-39 കാലഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് സെൽ തിയറി എല്ലാം ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1855 ഈ സെൽ തിയറി പഠിച്ചതിന് ശേഷം കുറച്ച് ഒബ്സർവേഷൻസും കൂടി ആഡ് ചെയ്തിട്ട് ഈ സെൽ തിയറി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒബ്സർവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റുഡോൾഫ് വിർഷോ പറയുന്നത് എന്താണ്? സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആകുന്നു, 2 4 ആകുന്നു. അങ്ങനത്തെ രീതിയിൽ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പുതിയൊരു സെല്ല് എവിടെ നിന്നേ ഉണ്ടാവുള്ളൂ? പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നേ ഉണ്ടാവുള്ളൂ. മുന്നേ ഉണ്ടായിരുന്ന ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെല്ല് ഇവോൾവ് ചെയ്ത് വരുള്ളൂ. ഈ 2 കാര്യങ്ങളൂടി ആര് കൊണ്ടുവന്നു? റുഡോൾഫ് വിർഷോ കൊണ്ടുവന്നിട്ട് കുറച്ചൊന്ന് ആ ഒരു സെൽ തിയറി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെൽസിന്റെ ഡിവിഷനും അതുപോലെ സെൽസ് പുതുതായിട്ട് ഫോം ചെയ്യുന്ന കാര്യം കൂടി പറയാനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഒംനിസ് സെല്ലുല ഈ സെല്ലുല. അപ്പൊ ഒംനിസ് സെല്ലുല ഈ സെല്ലുല ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ റുഡോൾഫ് വിർഷോ ആണ്. വർഷം 1855. അപ്പൊ ഷ്വാനും സ്ലീഡനും കൊണ്ടുവന്ന ആ ഒരു സെൽ തിയറിയെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. അപ്പൊ എന്താ സെൽ തിയറി എന്ന് അറിയണം. സെൽ തിയറി പറയുന്നത് എന്താണ്? എല്ലാ ലിവിങ് ഓർഗാനിസംസും സെൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഓഫ് സെൽസ് കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്. പ്രോഡക്ട്സ് ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടിഷ്യൂസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസം കമ്പോസ്ഡ് ഓഫ് സെൽസ്. സെൽസ് കൊണ്ടാണ് എല്ലാ ലിവിങ് ഓർഗാനിസവും കമ്പോസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ സെൽസിന്റെ പ്രോഡക്ട്സ് കൊണ്ടാണ് എല്ലാ ലിവിങ് ഓർഗാനിസവും കമ്പോസ് ചെയ്തേക്കുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? എല്ലാ സെൽസും അറൈസ് ചെയ്യുന്നത് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. മുന്നേ ഉണ്ടായിരുന്ന സെൽസിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പുതുതായിട്ട് സെൽസ് ഫോം ചെയ്ത് വരുള്ളൂ. ഈ കാര്യമാണ് എന്തിൽ പറയുന്നത്? സെൽ തിയറിയിൽ പറയുന്നത്. അപ്പൊ സെൽ തിയറിയിൽ 2 സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? എല്ലാ ലിവിങ് ഓർഗാനിസവും കമ്പോസ് ചെയ്തേക്കുന്നത് എന്താണ്? സെൽസ് കൊണ്ടാണ് അല്ലെങ്കിൽ സെൽസിന്റെ പ്രോഡക്ട്സ് കൊണ്ടാണ്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഒരു പുതിയ സെൽ അറൈസ് ചെയ്യണമെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് മാത്രമേ കഴിയുള്ളൂ. ഈ കാര്യമാണ് സെൽ തിയറി പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെൽസിന് ചുറ്റുമായിട്ട് കാണുന്ന മെംബ്രെയിനെ പറ്റിയിട്ടാണ്. ആ മെംബ്രെയിൻ എങ്ങനെയുള്ളതാണ്? ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ ആണ്. ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ ആണ് എന്തിനെ കവർ ചെയ്ത് കാണുന്നത് അല്ലെങ്കിൽ എന്തിന് ഔട്ടർ ആയിട്ട് കാണുന്നത്? സെൽസിന് ഔട്ടർ ആയിട്ട് കാണുന്നത്. ഈ ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ എന്തിനു സഹായിക്കുന്നു? സെൽസിന് ഒരു ഫിസിക്കൽ ബൗണ്ടറി ആയിട്ട് സഹായിക്കുന്നു. അതിന്റെ ഫംഗ്ഷൻ ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് ബൗണ്ടറിക്ക് അകത്തേ പറ്റുള്ളൂ. ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ നമ്മളൊരു അതിരൊക്കെ തിരിക്കില്ലേ? ഒരു വസ്തുവിനെ അതിര് തിരിക്കുന്ന എന്തിനാണ്? ആ ഫംഗ്ഷൻസ് ആ ഒരു അതിരിനുള്ളിൽ നിൽക്കണം. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ ചെയ്യുന്നത്. സെൽസിന് ഔട്ടർ ആയിട്ട് കാണുന്ന ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ എന്താണ്? സെൽസിന്റെ ഫംഗ്ഷൻ ഒരു ഫിസിക്കൽ ബൗണ്ടറി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി പറയുന്നത് സൈറ്റോപ്ലാസം, സൈറ്റോസോൾ പോലുള്ള കുറച്ച് വേർഡ്സ് ആണ്. അത് എന്താന്നുള്ളത് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ സെൽസിനകത്ത്, സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിനകത്ത് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടൊരു മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു സെല്ല് വരയ്ക്കുമ്പോൾ, ഇതൊരു സെല്ലാണെങ്കിൽ നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കും.
അത് കഴിഞ്ഞ് കുറച്ച് ഓർഗനൽസ് ഒക്കെ വരയ്ക്കും, റൈബോസോംസ് വരയ്ക്കും, മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പൊ ഈ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് എന്താണ്, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു മാട്രിക്സ് ആണ് ഉള്ളത്. ആ ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. അപ്പൊ എന്താ സൈറ്റോപ്ലാസം? ഫ്ലൂയിഡ് ഫീൽഡ് മെറ്റീരിയൽസ് ആണ്. എവിടെയാണ്? സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിനകത്ത്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഒരു ഫിസിക്കൽ ബൗണ്ടറി ആണ്. അപ്പൊ ആ ഫിസിക്കൽ ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുന്ന ഫ്ലൂയിഡ് ഫീൽഡ് മെറ്റീരിയൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് സൈറ്റോസോൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സൈറ്റോസോൾ എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസ് എന്തിനു സഹായിക്കും? സൈറ്റോപ്ലാസത്തില് സെൽ ഓർഗനൽസിനെ ഇങ്ങനെ നിർത്താൻ സഹായിക്കും. ഇപ്പൊ ഞാൻ വരച്ച ഈ ഒരു ഫിഗറിൽ ഇതെല്ലാം എന്താണ്? ഓരോ സെൽ ഓർഗനൽസ് ആണ്, അങ്ങനെ വിചാരിക്കുക. അപ്പൊ ഈ സെൽ ഓർഗനൽസ് ഇരിക്കുന്നതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കാണാം. അതിലേക്ക് ഇങ്ങനെ ഇറുകിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ സെൽ ഓർഗനൽസ് ഇരിക്കുന്നത്. ആ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? സൈറ്റോസോൾ എന്ന് വിളിക്കുന്നത്. സൈറ്റോപ്ലാസം എന്ന് വിളിക്കുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ അകത്തുള്ള ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലൂയിഡ് മെറ്റീരിയൽ വരും. സൈറ്റോസോൾ വരുമ്പോൾ ഈ സെൽ ഓർഗനൽസിന് ഇരിക്കുന്നതിന് ചുറ്റും കാണുന്ന ഈ ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് മാത്രമേ വരുള്ളൂ. അപ്പൊ അവിടെ ആരും ഇൻക്ലൂഡഡ് ആണ്? റൈബോസോംസും ഇൻക്ലൂഡഡ് ആണ്. റൈബോസോമിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. സെൽ ഓർഗനൽ ആണ്, പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന ഓർഗനൽ ആണ് ആര്? റൈബോസോം. അപ്പൊ റൈബോസോം ഉൾപ്പെടെ വരുന്ന സെൽ ഓർഗനൽസിനെ ഇരുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു സൈറ്റോപ്ലാസത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോസോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സൈറ്റോപ്ലാസം കണ്ടു, സൈറ്റോസോൾ കണ്ടു. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാല് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും. ഇതൊരു സെല്ലാണ്. ഈ സെല്ലിനകത്ത് കാണുന്ന സെൽ ഓർഗനൽസും അതുപോലെ സൈറ്റോസോൾ, ഇത് രണ്ടും കൂടെ കംപ്രൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. അപ്പൊ സൈറ്റോപ്ലാസത്തിന്റെയും സൈറ്റോസോളിന്റെയും വ്യത്യാസം അറിഞ്ഞിരിക്കുക. സൈറ്റോസോൾ പ്ലസ് സെൽ ഓർഗനൽസ് ആണ് ആര്? സൈറ്റോപ്ലാസം. ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് മാത്രമേ നമ്മൾ എന്തെന്ന് വിളിക്കുള്ളൂ? സൈറ്റോസോൾ എന്ന് വിളിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് പ്രോട്ടോപ്ലാസം ആണ്. സൈറ്റോപ്ലാസം എന്ന് കേൾക്കുമ്പോൾ അതേപോലെ തോന്നുന്ന ഒരു കാര്യമാണ് പ്രോട്ടോപ്ലാസം. ഇപ്പൊ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് വരുന്ന എല്ലാ ലിവിങ് പാർട്ടിനെയും കൂടെ കംപ്രൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. അവിടെ ആരൊക്കെ വരാം? ഡിഫറെന്റ് സെല്ലുലാർ ഓർഗനൽസ് വരാം. സെല്ലുലാർ ഓർഗനൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ്, മൈറ്റോകോൺട്രിയ, ലൈസോസോം, അങ്ങനെ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ് എവിടെ വരും? പ്രോട്ടോപ്ലാസത്തിൽ വരും. പ്രോട്ടോപ്ലാസം എങ്ങനെയാ ഇരിക്കുന്നത്? ജെല്ലി ലൈക്ക് ആണ്. അതുപോലെ കളർലെസ് ആയിരിക്കും, ട്രാൻസ്പെറന്റ് ആയിരിക്കും. അവിടെ ഓരോ ലിവിങ് സബ്സ്റ്റൻസും എന്തായിരിക്കും? പ്രസന്റും ആയിരിക്കും. സെൽ വോളിന് ചുറ്റും. സെൽ വോൾ എന്ന് പറയുമ്പോൾ സെൽ വോൾ ഉള്ള സെല്ലിന് മാത്രമേ എന്ത് കാണുള്ളൂ? സെൽ വോൾ ചേർത്ത് നമ്മൾ പറയുള്ളൂ. അപ്പൊ അറിയുക, ആർക്കാണ് സെൽ വോൾ ഉള്ളത്? പ്ലാന്റ് സെല്ലിനാണ് സെൽ വോൾ ഉള്ളത്. അനിമൽ സെൽസിന് എന്തില്ല? സെൽ വോൾ ഇല്ല. ഒരു കാര്യം നമുക്ക് പഠിക്കാം, ജസ്റ്റ് ഇവിടെ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാല് സെല്ലിന്റെ ലിവിങ് പാർട്ടാണ്. അവിടെ ആരൊക്കെ വരും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ് വരും. ജെല്ലി ലൈക്ക് ആയിരിക്കും, കളർലെസ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, അതുപോലെ വിസ്കസ് ആണ്. നമ്മള് സ്ലൈം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഗുളുഗുളായിരിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസ്കസ് ലിവിങ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സെൽ വോളിനകത്ത് കാണുന്ന സബ്സ്റ്റൻസ്, ലിവിങ് സബ്സ്റ്റൻസ് ആണ് ഏത്? പ്രോട്ടോപ്ലാസം. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ ഓർഗനൽസ്, സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ്, സെൽ മെംബ്രെയിനും കൂടി ചേർത്ത് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു. സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രോട്ടോപ്ലാസം. എല്ലാ ലിവിങ് പാർട്ടും കൂടെ കംപ്രൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെൽസിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെ സ്വഭാവങ്ങളാണ് സെൽസ് കാണിക്കുന്നതെന്നാണ്. അതിൽ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റ് തന്നെയാണ്, ഒരു ഓർഗാനിസത്തിന്റെ ബോഡി സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ അതിന് സ്ട്രക്ചർ കൊടുക്കുന്നതും ആരാണ്? ആ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള സെൽസ് ആണ്. അപ്പോൾ സെൽസിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ അതിനൊരു സ്ട്രക്ചർ കൊടുക്കുക. രണ്ടാമത് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഓർഗനൽസ് കാണും സെൽസിൽ, അല്ലെ? സെൽ ഓർഗനൽസ് മൾട്ടിപ്പിൾ ആയിട്ട് കാണും. ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. ഈ എല്ലാ ഓർഗനൽസും ഒരുമിച്ച് കൂടി ചേർന്ന് ഫ്യൂഷൻ ആയിട്ടല്ല ഇരിക്കുന്നത്. ഓരോ ഓർഗനൽസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാണും? മെംബ്രെയിൻ കാണും. അപ്പോൾ ഓരോ മെംബ്രെയിൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സെല്ലുലാർ ഓർഗനൽസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പറയുന്നത് സെൽസിന് രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആദ്യത്തെ ടൈപ്പ് പ്രോകാരിയോട്ടിക് സെൽസ് ആണ്. പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
പ്രോ കാരിയോട്ടിക് സെൽസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? യു കാരിയോട്ടിക് സെൽസ് ആണ്. യു കാരിയോട്ടിക് സെൽസിന് എന്ത് കാണും? ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അപ്പൊ ന്യൂക്ലിയസ് ഇല്ലാത്തവയെ പ്രോ കാരിയോട്ടിക് സെൽസ് എന്നും ന്യൂക്ലിയസ് ഉള്ളവയെ യു കാരിയോട്ടിക് സെൽസ് എന്നും പറയുന്നു. ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. പ്രോ കാരിയോട്ടിക് സെൽസ് ആണ് ഇത്. ഇവിടെ ആരില്ല? ന്യൂക്ലിയസ് ഇല്ല. ഒരു ഫംഗ്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒന്നും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആരില്ല? ബ്രെയിൻ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ഇവിടെ ഇല്ല. ഇതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രോ കാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്നു. ഇത് യു കാരിയോട്ടിക് സെല്ലാണ്. യു കാരിയോട്ടിക് സെൽസിന് ആരുണ്ട്? ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ന്യൂക്ലിയസ് ഉള്ളവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? യു കാരിയോട്ടിക് സെൽസ് എന്ന് വിളിക്കുന്നു. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് യൂകാരിയോട്ടിക് സെൽസിനെ പറ്റിയിട്ടാണ്. യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഹയർ ആയിട്ടുള്ള ഓർഗാനിസംസും കംപ്രൈസ് ചെയ്യുന്ന ആൾക്കാരാണ് യൂകാരിയോട്ടിക് സെൽസ്. അപ്പൊ എല്ലാ ഹ്യൂമൻസും, മനുഷ്യരെല്ലാം യൂകാരിയോട്ടിക് ആണ്. അതുപോലെ ആനിമൽസ്, പ്ലാന്റ്സ്, ഫംഗയും എന്താണ് പറയുന്ന യൂകാരിയോട്ടിക് സെൽസ് ആണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ യൂകാരിയോട്ടിക് സെൽസിന് ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ കാണാൻ പറ്റും. അത് സെല്ലിന്റെ ടൈപ്പ് അനുസരിച്ച്, സെൽ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിനെ പല പേരിട്ട് വിളിക്കാറുണ്ട്. ചില ആൾക്കാർക്ക്, ചില സെൽസിന് അത് പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും. എക്സാമ്പിൾ അനിമൽ സെല്ലാണ്. അനിമൽ സെൽസിന് ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇനി പ്ലാന്റ്സിന്റെ കാര്യം വരുമ്പോൾ ആരുണ്ട്? സെൽ വോൾ പ്രസന്റ് ആണ്, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ പ്രസന്റ് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട വ്യത്യാസം, അനിമൽ സെൽസും പ്ലാന്റ് സെൽസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അറിഞ്ഞിരിക്കുക. പ്ലാന്റ് സെൽസിന് എന്തുണ്ട്? സെൽ വോൾ പ്രസന്റ് ആണ്. അനിമൽ സെൽസിന് എന്തില്ല? സെൽ വോൾ ഇല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പൊ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഓരോ സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ പേരിൽ അറിയപ്പെടും. അനിമൽസിലാണെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും. അതുപോലെ പ്ലാന്റ്സിലാണെങ്കിൽ എന്താണ്? സെൽ വോൾ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കും. ഇനി സൈറ്റോപ്ലാസത്തിനകത്ത് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സെൽ ഓർഗനൽസിന് നമുക്ക് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് എന്നും വിളിക്കാം. സെൽ ഓർഗനൽസും സെല്ലുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതിൽ നമുക്ക് 13 എണ്ണത്തിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ന്യൂക്ലിയോലസ് കാണും, ന്യൂക്ലിയസ് കാണും, റൈബോസോം, വെസിക്കിൾ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, സൈറ്റോസ്കെലട്ടൻ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, വാക്യൂൾ, സൈറ്റോസോൾ, ലൈസോസോം ആൻഡ് സെൻട്രിയോൾ. ഇങ്ങനെയുള്ള 13 മേജർ ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ് എവിടെ കാണുന്നത്? ഓരോ സെല്ലിലും കാണുന്നത്. ഇനി ചിലതിൽ നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് മാത്രമേ കാണുള്ളൂ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് ഒന്നും അങ്ങനെ ഡിസ്റ്റിങ് ചെയ്ത് പറയത്തില്ല. അപ്പോൾ അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ER എന്ന് മാത്രമേ കാണുള്ളൂ. ചിലതിൽ എന്ത് കാണും? റഫ് എന്നും സ്മൂത്ത് എന്നും ഇങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു യൂകാരിയോട്ടിക് സെൽസിന്റെ ഒരു ഫിഗർ അവിടെ ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് വേരിയസ് ആയിട്ടുള്ള എന്തുണ്ട്? ഓർഗനൽസ്, സെല്ലുലാർ ഓർഗനൽസ് പ്രസന്റ് ആണ്. ഓരോ ഓർഗനൽസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം പറയാൻ പോകുന്നത് പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ടാണ്. പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു ഒരു ഫിസിക്കൽ ബൗണ്ടറി ആണെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ കൂടിയാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എവിടെ കാണുന്നു? സെല്ലിനെ സറൗണ്ട് ചെയ്ത് കാണുന്നു. അതുപോലെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഓരോ ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള മെറ്റീരിയൽസ്, പല രീതിയിലുള്ള അയോൺസ്, പല രീതിയിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഓരോ സെൽസുമായിട്ടും ഇന്ററാക്ട് ചെയ്യും. അപ്പൊ നേരിട്ട് ഇടിച്ചങ്ങ് കയറി ചെല്ലാൻ പറ്റത്തില്ല. പ്ലാസ്മ മെംബ്രെയിൻ വഴി പ്ലാസ്മ മെംബ്രെയിൻ എല്ലാത്തിനെയും പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സെൽസിനകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പൊ പ്ലാസ്മ മെംബ്രെയിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ഇറ്റ്. ഓരോ മോളിക്യൂൾസിനെയും എന്ത് ചെയ്യുക? സെൽസിനകത്തേക്ക് കയറ്റി വിടുക, സെൽസിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുക. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കമ്പോസ് ചെയ്തേക്കുന്നത് ലിപ്പിഡ്സും അതുപോലെ പ്രോട്ടീൻസും കൊണ്ടാണ്. ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ട് മെയ്ഡ് ചെയ്തേക്കുന്ന ഒരു ലെയർ ആണ് ആരെ? ഒരു പ്ലാസ്മ മെംബ്രെയിൻ. മേജർ ലിപ്പിഡ്സും അതുപോലെ ഫോസ്ഫോ ലിപ്പിഡ്സും ഒക്കെ ബൈ ലെയർ ആയിട്ട്, 2 ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ബൈ ലെയർ മെംബ്രെയിൻ ആണ് ആര്? പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഈ ലിപ്പിഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു സ്പെസിഫിക് മാനറിലാണ്. അതിൽ പോളാർ ഹെഡ് എന്ത് ചെയ്യും? പുറത്തേക്കും, പോളാർ ഹെഡ് പുറത്തേക്കും, അതുപോലെ ഹൈഡ്രോഫോബിക് ടെയിൽസ്, അതായത് വെള്ളത്തിന് പേടിയുള്ള ടെയിൽസ് അകത്തേക്കും. വെള്ളത്തിന് പേടിയാണ്, പുറത്ത് വെള്ളത്തിന്റെയൊക്കെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഈ ഹൈഡ്രോഫോബിക് ടെയിൽ എന്ത് ചെയ്യും? പ്ലാസ്മ മെംബ്രെയിൻ അകത്തേക്ക് ഇങ്ങനെ ഇറുകിയിരിക്കും. പുറത്ത് വെള്ളമായിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇറുകിയ മാനറിലായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു നോൺ പോളാർ ടെയിൽ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ടെയിൽസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലൊക്കെ പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം അക്വസ് എൻവയോൺമെന്റുമായിട്ട്,
ആയിട്ട്, അതായത് വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ള എൻവയോൺമെന്റിൽ നിന്ന് സ്വന്തമായിട്ടൊരു പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടി എന്ത് ചെയ്യും, പ്ലാസ്മ മെമ്പറൈനകത്തേക്ക് ഇറുകിയ മാനറിലായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ് മെമ്പറൈനിൽ എന്തുണ്ട്, കൊളസ്ട്രോൾ പ്രസന്റ് ആണ്. ഫോസ്ഫോലിപ്പിഡ് മെമ്പറൈൻ എന്ന് പറയുമ്പോൾ ആരെയാ പറയുന്നത്, പ്ലാസ്മ മെമ്പറൈനെയാണ് പറയുന്നത്. ബൈ ലെയർ മെമ്പറൈൻ ആണ്. എന്താണ് പ്രസന്റ്, കൊളസ്ട്രോൾ പ്രസന്റ് ആയിട്ടുള്ള മെമ്പറൈൻ കൂടിയാണ് ആര്, ഈ പറയുന്ന ഫോസ്ഫോലിപ്പിഡ് മെമ്പറൈൻ. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഫിഗറിന് മുകളിൽ ഇങ്ങനെ വട്ടമായിട്ട് കുറെ ആൾക്കാരെ കാണാം. ഈ വട്ടമായിട്ട് കാണിച്ചിരിക്കുന്ന ആളാണ് പോളാർ ഹെഡ്സ്. അകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതായി 2 വരയിട്ട സാധനങ്ങളാണ് എന്ത്, ഹൈഡ്രോഫോബിക് ടെയിൽസ്. അപ്പൊ ഈ പുറത്തെ എൻവയോൺമെന്റ്, ഈ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ അക്വേസ് ആയിട്ടുള്ള മാനർ ആയതുകൊണ്ട്, വാട്ടറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഹൈഡ്രോഫോബിക് ടെയിൽസ് എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് ഇങ്ങനെ ഇറുകിയ മാനറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ ഒരു മോളിക്യൂളിന്റെ ഏതെങ്കിലുമൊക്കെ മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നവയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ട്രാൻസ്പോർട്ട് എങ്ങനെയൊക്കെ ഉള്ളതാണ് വെച്ചിട്ട് 2 ടൈപ്പ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. എനർജി ഉണ്ടല്ലോ, എനർജി ഉള്ളതുകൊണ്ട് ആ എനർജി ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റാപ്പിഡ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഏത്, ഈ പറഞ്ഞ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. അതായത് സാധാരണഗതിയിൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ് സാധനങ്ങൾ, ഇപ്പൊ വാട്ടർ ആണെങ്കിലും ഏത് അയോൺസ് ആണെങ്കിലും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത്. പക്ഷെ ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതൊരു റാപ്പിഡ് പ്രോസസ്സുമാണ്. എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇവിടെ നടക്കുന്നത്. ഇതാര് ചെയ്യുന്നതാണ്, സൈറ്റോപ്ലാസ്മ മെംബ്രെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രാ സെല്ലുലാർ സ്പേസിലേക്ക് എക്സ്ട്രാ സെല്ലുലാർ പുറത്തുനിന്ന്, സെല്ലിന്റെ പുറത്തുനിന്ന് സാധനങ്ങൾ എന്ത് ചെയ്യും, എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറ്റി വിടുന്ന ആരാണ്, ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. ഈ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എനർജി ഒന്നും അധികം യൂസ് ചെയ്യാണ്ട് നടക്കുന്നതാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചാണ് നടക്കുന്നത്. അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരു സ്ലോ പ്രോസസ് ആണ്. എനർജി ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് പതിയെ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഈ പാസീവ് ട്രാൻസ്പോർട്ട് നടക്കുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞ മൂവ്മെന്റ് ഓഫ് വാട്ടർ ആണ്. ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് ഡിഫ്യൂഷൻ വഴി പതുക്കെ ഇങ്ങനെ അരിച്ചരിച്ചിറങ്ങും. ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഓസ്മോസിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഓസ്മോസിസ് ഏത് തരം ട്രാൻസ്പോർട്ട് ആണ്, പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. പ്ലാസ്മ മെമ്പറൈൻ ചെയ്യുന്ന പാസീവ് ട്രാൻസ്പോർട്ട് എക്സാമ്പിൾ ആണ് ഈ ഒരു ഓസ്മോസിസ്. അവിടെ എന്താ നടക്കുന്നത്, ഹയർ കോൺസെൻട്രേഷനിലുള്ള വാട്ടർ ഡിഫ്യൂഷൻ വഴി പതിയെ അരിച്ച് എങ്ങോട്ടേക്ക് ഇറങ്ങും, ഈ ഇൻട്രാ സെല്ലുലാറിലേക്ക് ഇറങ്ങും. പതിയെ നടക്കുന്ന സ്ലോ പ്രോസസ് ആണ്. അതൊരു സ്ലോ പ്രോസസ് ആവാനുള്ള കാരണം എന്താണ്, ഇവിടെ എനർജി ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പതിയെ കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഡിഫ്യൂഷൻ മാനറിൽ പോകുന്നതാണ് ഒരു പാസീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഈ 2 തരം ട്രാൻസ്പോർട്ട് ആണ് ആര് ചെയ്യുന്നത്, ഈ പ്ലാസ്മ മെമ്പറൈൻ ചെയ്യുന്നത്. പ്ലാസ്മ മെമ്പറൈൻ എങ്ങനെയുള്ളതാണ്, ബൈ ലെയർ ആണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പറയുന്നത്, ഈ ഒരു പ്ലാസ്മ മെമ്പറൈനെ ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ബയോകെമിക്കൽ സ്റ്റഡീസിലൊക്കെ ഉൾപ്പെടുത്തിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഈ മെമ്പറൈൻസില് ലിപ്പിഡ്സും പ്രോട്ടീൻസും മാത്രമല്ല, പ്രോട്ടീനും അതുപോലെ കാർബോഹൈഡ്രേറ്റ് കൂടി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഈ ഒരു പ്രോട്ടീനിന്റെയും അതുപോലെ ലിപ്പിഡ്സിന്റെയും കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ റേഷ്യോ ഓരോ സെൽ അനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എറിത്രോസൈറ്റിൽ, അതായത് RBCയിൽ ഈ ഒരു ലിപ്പിഡിന്റെയും അതുപോലെ പ്രോട്ടീനിന്റെയും റേഷ്യോ എങ്ങനെയാന്ന് ചോദിച്ചാൽ 52% പ്രോട്ടീനും അതുപോലെ 40% ആയിരിക്കും എന്ത്, ലിപ്പിഡ്സും. 52% പ്രോട്ടീനും അതുപോലെ 40% എന്തുമാണ്, ലിപ്പിഡ് ആണെന്നുള്ള കാര്യമാണ് ഈ ഒരു സ്റ്റഡീസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനി ഇതിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ് അനുസരിച്ച്, അതായത് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പ്രോട്ടീൻസ് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നത്, അതനുസരിച്ചിട്ട് പ്രോട്ടീൻസിനെ 2 ആയിട്ട് പറയുന്നുണ്ട്. ഇന്റഗ്രൽ പ്രോട്ടീൻ എന്നും അതുപോലെ പെരിഫറൽ പ്രോട്ടീൻ എന്നും. അപ്പൊ ഇന്റഗ്രൽ പ്രോട്ടീൻ, ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്കാണ്. അപ്പൊ അകത്തേക്ക് ഇറുകിയിരിക്കുന്ന പ്രോട്ടീനെ ഇന്റഗ്രൽ പ്രോട്ടീൻ എന്നും, സൈഡിലേക്ക് പാർഷ്യൽ ആയിട്ട് പ്ലാസ്മ മെമ്പറൈനിലേക്ക് ഇറുകിയിരിക്കുന്നതിനെ പെരിഫറൽ പ്രോട്ടീൻസ് എന്നും വിളിക്കുന്നു. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതൊരു ബൈ ലെയർ ആയിട്ടുള്ള പ്ലാസ്മ മെമ്പറൈൻ ആണ്. ഇന്റഗ്രൽ പ്രോട്ടീൻ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യാണ്, ഫുൾ ആയിട്ട് ഇങ്ങനെ ഇറുകിയ മാനറിലാണ് കാണുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ അകത്തേക്ക്, പ്ലാസ്മ മെമ്പറൈന്റെ അകത്തേക്ക് ഇറുകിയ രീതിയിലാണ് ആര് കാണുന്നത്, ഇന്റഗ്രൽ പ്രോട്ടീൻ കാണുന്നത്. പക്ഷെ അതേസമയമായി പെരിഫറൽ മെമ്പറൈൻ പ്രോട്ടീനിന്റെ പ്രത്യേകത എന്താണ്,
പാർഷ്യൽ പകുതി മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ആ മെംബ്രെയിൻ്റെ അകത്തേക്ക് കുഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും. കാരണം നന്നായിട്ട് ഇറുകിയ രീതിയിലല്ല, സൈഡിലേക്ക് ഇങ്ങനെ പാർഷ്യൽ രീതിയിലാണ് ആരിയ്ക്കുന്നത്, ഈ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ്റെ എക്സ്ട്രാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ 2 തരം പ്രോട്ടീൻ പറയുന്നത്. ആദ്യത്തെ ടൈപ്പ് എന്തായിരുന്നു, ഇന്റഗ്രൽ പ്രോട്ടീൻ, അകത്തേക്ക് ഇറുകിയിരിക്കുന്ന പ്രോട്ടീനും. അടുത്ത ഏതാണ്, പെരിഫറൽ പ്രോട്ടീൻ, സൈഡിലേക്ക് ഇരിക്കുന്ന പ്രോട്ടീനും. നെക്സ്റ്റ് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിന്റെ ഒരു മോഡലാണ്. ആ മോഡലിന്റെ പേര് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ്. അപ്പൊ ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്മ മെംബ്രെയിനകത്ത് പ്രോട്ടീൻസിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻസിന്റെ മൂവ്മെന്റ് അനുസരിച്ച് പറയുന്ന ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്, ആരാണ് ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കൊണ്ടുവരുന്നതെന്നാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ 2 സയന്റിസ്റ്റുമാർ ചേർന്നിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഗാർത്ത് നിക്കോൾസണും അതുപോലെ ജൊനാഥൻ സിംഗറും കൂടിയാണ്. പഠിക്കുമ്പോൾ എന്താണ്, സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പഠിക്കുക, പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സിംഗറും നിക്കോൾസണും കൂടി ചേർന്നിട്ടാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കൊണ്ടുവരുന്നത്. വർഷം 1972 അപ്പൊ ആ ഒരു സെൽ മെംബ്രെയിന്റെ ഈ ഒരു മോഡല് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തൊരു മോഡലും കൂടിയാണ്. അപ്പൊ ഈ ഒരു മോഡൽ അനുസരിച്ച് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ആണ്. ആ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ കൊണ്ട് തന്നെ പ്രോട്ടീൻസ് ഇങ്ങനെ ലാറ്ററൽ ആയിട്ട് മുകളിൽ കൂടി ഇങ്ങനെ എന്താണ് ഇഴഞ്ഞിഴഞ്ഞ് അല്ലെങ്കിൽ ചാടി പോകുന്ന ഒരു മാനറാണ് ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുന്നത്. അപ്പോൾ 2 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ബൈ ലെയർ ആണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബൈ ലെയറിലും ഈ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻ എന്താണ്, ഈ ക്വാസി ഫ്ലൂയിഡ് നേച്ചറിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചറിൽ ഈ പ്രോട്ടീൻസ് പോകാനുള്ള കാരണം എന്താണ്, പ്ലാസ്മ മെംബ്രെയിന് ഫ്ലൂയിഡിറ്റി ഉണ്ട്, അതായത് ഫ്ലൂയിഡ് നേച്ചർ കൂടുതലാണ്. ആ ഒരു കാര്യമാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഈ ഒരു എന്താണ് പച്ച റബ്ബർ ഷീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കുടയുമ്പോഴത്തേക്കും നല്ല ഫ്ലൂയിഡ് മാറ്റല്ല, നമ്മൾ എന്താണ് പുഡിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നല്ല ആടി ഇരിക്കുന്ന അല്ലെ, ആ ഒരു നേച്ചറിലാണ് നമ്മുടെ ഈ പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നേച്ചർ ആയതുകൊണ്ട് തന്നെ, അതായത് ഫ്ലൂയിഡിറ്റി കൂടിയ ഒരു മാനറിൽ പ്ലാസ്മ മെംബ്രെയിൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാസ്മ മെംബ്രെയിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഇമ്പോർട്ടന്റ് റോൾ ഇൻ സെൽ ഗ്രോത്ത്, സെല്ലിന്റെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ ഇമ്പോർട്ടന്റ് റോൾ ആര് കൊടുക്കുന്നുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, സെൽ ഗ്രോത്തിന് സഹായിക്കുന്ന ആളാണ് ആര്, പ്ലാസ്മ മെംബ്രെയിൻ. രണ്ടാമത് പറയുന്നത് എന്താണ്, ഫോർമേഷൻ ഓഫ് ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻ, ഫോർമേഷൻ ഓഫ് ഇന്റർ സെല്ലുലാർ, 2 സെല്ലുകൾ, അപ്പൊ സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ആവെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സെല്ലുകൾ കൂടി ചേരണമെങ്കിൽ 2 സെൽസുകൾ കൂടി ചേരുമ്പോൾ അവിടെ എന്ത് വേണം, ജംഗ്ഷൻസ് ഫോം ചെയ്യണം. അപ്പൊ ഇന്റർ സെല്ലുലാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെല്ലുണ്ട്, ഈ ഒരു സെല്ലും അടുത്തൊരു സെല്ലും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഇടയ്ക്കുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ, അതിന്റെ ഫ്ലൂയിഡിറ്റി നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഫോർമേഷൻ ഓഫ് ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻ ആര് സഹായിക്കുന്നുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പറഞ്ഞ എന്താണ്, സെക്രീഷൻ ആണ്, എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസിന്റെ സെൽസിനകത്ത് നിന്നുള്ള സെക്രീഷന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എൻഡോസൈറ്റോസിസ് ആണ്. സൈറ്റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സെൽ എന്നാണ്. അപ്പോൾ സൈറ്റോസിസ് എന്ന് പറയുമ്പോൾ അകത്തേക്ക്, എൻഡോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെൽസിന്റെ അകത്തേക്ക് എൻഗൾഫ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ സെൽ ഡിവിഷന് സഹായിക്കുന്നുണ്ട്. സെല്ല് ഡിവൈഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുതിയ സെൽസ് ഫോം ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും, പഴയ സെൽസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് പുതിയ സെൽസ് മാറുക, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് മാറാനൊക്കെ സഹായിക്കുന്ന ആരാണ്, ഈ ഫ്ലൂയിഡ് നേച്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പോൾ സഹായിക്കുന്നത് മാത്രമല്ല, അതിനെല്ലാം ഒരു ഇമ്പോർട്ടന്റ് റോൾ ആര് കൊടുക്കുന്നുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്ന റൈബോസോംസ് ആണ്. നെക്സ്റ്റ് സെൽ ഓർഗനാണ് റൈബോസോം. റൈബോസോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന ആളാണ് റൈബോസോം. അപ്പൊ റൈബോസോമിനെ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് ജോർജ് പലേഡ് ആണ്. വർഷം 1953 1953 ജോർജ് പലേഡ് ഇങ്ങനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് സെൽസ് ഒക്കെ ഇങ്ങനെ അനലൈസ് ചെയ്ത കൂട്ടത്തില് എന്ത് ചെയ്തു, സെൽസിനകത്ത് ചെറിയ ഗ്രാനുലാർ ആയിട്ടുള്ള തരിതരിയായിട്ട് കാണുന്ന കുറച്ച് പാർട്ടിക്കിൾസ് ഡെൻസ് ആയിട്ട് കൂട്ടമായിട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യാണ്. പിന്നെയാണ് അറിയുന്നത് എന്താണ്, ഇത് റൈബോസോം ആണെന്നുള്ള കാര്യം. അപ്പൊ ഈ റൈബോസോം എന്തുകൊണ്ടാണ് മേടി തേക്കുന്നത് ചോദിച്ചാൽ, റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA കൊണ്ടും അതുപോലെ കുറച്ച് പ്രോട്ടീൻസ് കൊണ്ടുമാണ് ആര് മേടി തേക്കുന്നത്, റൈബോസോംസ് മേടി തേക്കുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, റൈബോസോമിനെ ചുറ്റി ഒരു ആവരണമില്ല.
നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെൽസിനകത്തുള്ള ഓർഗനൽസ് എല്ലാം ഓരോ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് മെംബ്രെയിനകത്ത് നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ മാത്രം ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗനൽസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ റൈബോസോമിന്റെ കേസ് വരുമ്പോൾ റൈബോസോമിന് ചുറ്റുമായിട്ട് എന്തില്ല, ഒരു മെംബ്രെയിൻ ഇല്ല. അപ്പൊ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽ അല്ല ആര്, റൈബോസോംസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ആയിട്ട് റൈബോസോമിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഇനി റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനലാണ്. ഈ റൈബോസോം എന്ത് ചെയ്യും, മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA റീഡ് ചെയ്യും. ഈ mRNA എവിടെ നിന്ന് വരും, ന്യൂക്ലിയസിന്റെ അകത്തു നിന്നാണ് വരുന്നത്. mRNA റീഡ് ചെയ്തതിനു ശേഷം ജനറ്റിക് കോഡുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നു. അതായത് ആ ജനറ്റിക് കോഡ്, ഒരു ജനറ്റിക് കോഡ് ഉണ്ടെങ്കിൽ ട്രിപ്ലെറ്റ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എക്സാമ്പിൾ ആണ് UUA അല്ലെങ്കിൽ UAG എന്നൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കോഡുകളായിരിക്കും, ജനറ്റിക് കോഡുകളായിരിക്കും. ഈ ട്രിപ്ലെറ്റ് കോഡുകളെ റീഡ് ചെയ്തതിനു ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലോങ് ചെയിനുകളായിട്ട് മാറി പോളിപെപ്റ്റൈഡ് ചെയിൻസ് എല്ലാം രൂപം ചെയ്തതിനു ശേഷം പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ പ്രോട്ടീൻ സിന്തസിസ് ആണ് ആരുടെ പ്രധാനപ്പെട്ട ജോലി, റൈബോസോംസിന്റെ ജോലി. അപ്പൊ റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാല് പ്രോട്ടീൻ സിന്തസിസ് ആണ്. എന്തുകൊണ്ടാണ് മേഡ് തേക്കുന്നത്, റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNAയും പിന്നെ പ്രോട്ടീൻസും കൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, റൈബോസോം മേഡ് ചെയ്തേക്കുന്നത്. റൈബോസോമിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്തായിരുന്നു, അത് ഒരു മെംബ്രെയിൻ കൊണ്ടും എന്ത് ചെയ്യുന്നില്ല, സറൗണ്ട് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ മെംബ്രെയിൻസും എന്തായിരുന്നു, ഒരു മെംബ്രെയിൻ ബൗണ്ട് ആണ്, ഒരു നിശ്ചിത മെംബ്രെയിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനൽസ് ആയിരുന്നു ബാക്കിയെല്ലാം. റൈബോസോമിന്റെ കാര്യം വരുമ്പോൾ നോട്ട് സറൗണ്ടഡ് ബൈ ആണ്, ഒരു മെംബ്രെയിൻ കൊണ്ടും എന്ത് ചെയ്യുന്നില്ല, സറൗണ്ട് ചെയ്ത് കാണുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് അല്ലെങ്കിൽ ER. ചില ക്വസ്റ്റ്യൻസിലൊക്കെ ER എന്ന് മാത്രമേ തന്നേക്കുള്ളൂ. അതെന്താണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാല് സെൽസിനകത്തുള്ള മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക, അതുപോലെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. വെറുതെ സൂക്ഷിച്ചിങ്ങനെ നിറച്ചു വെച്ചിരുന്നാൽ മാത്രം പോരാ, ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്നത്. എങ്ങനെയാ കാണുന്നത്, ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ്. ഓരോ ട്യൂബായിട്ട് കാണുന്ന സ്ട്രക്ചർ ആണ് ആര്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളില് സ്കാറ്റർ ചെയ്ത പോലെ ആയിരിക്കും കാണുന്നത്. അതായത് ഇങ്ങനെ വിരിച്ചിട്ട പോലെ, വിതറിയിട്ട പോലെയാണ് ആരെ കാണുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കാണുന്നത്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈ സൈറ്റോപ്ലാസ്റ്റിൽ ഇങ്ങനെ വിരിച്ചിട്ട പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ സൈറ്റോപ്ലാസത്തിനെ 2 റീജിയൻസ് ആയിട്ട് ആര് മാറ്റുന്നുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മാറ്റുന്നുണ്ട്. അപ്പോൾ ആ 2 റീജിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ റീജിയൻ ലൂമിനൽ റീജിയൻ ആണ്. ലൂമിനൽ എന്ന് പറയുമ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അകത്ത് വരുന്ന സ്പേസിനെയാണ് നമ്മൾ ലൂമിനൽ സ്പേസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് എക്സ്ട്രാ ലൂമിനൽ ആണ്, അതായത് ബാക്കി വരുന്ന സൈറ്റോപ്ലാസ്മിക് കമ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ബാക്കി വരുന്ന സൈറ്റോപ്ലാസ്മിക് സ്പേസിനെയാണ് നമ്മൾ എക്സ്ട്രാ ലൂമിനൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതൊരു സെല്ലാണ്, നമ്മൾ വേറെ ഓർഗനൽ ഒന്നും വരയ്ക്കുന്നില്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ട്യൂബുലർ ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പൊ ഈ സൈറ്റോപ്ലാസ്റ്റിനകത്ത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അകത്ത് വരുന്ന ഈ സ്പേസ് നമ്മൾ എന്ത് വിളിക്കുന്നു, ലൂമിനൽ സ്പേസ് എന്ന് വിളിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പുറത്ത് വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, എക്സ്ട്രാ ലൂമിനൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ സൈറ്റോപ്ലാസത്തിന്റെ സ്പേസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ലൂമിനൽ എന്നും എക്സ്ട്രാ ലൂമിനൽ എന്നും മാറ്റുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിനായി സെൽസിനകത്ത് വരുന്ന സബ്സ്റ്റൻസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിനുശേഷം ആവശ്യാനുസരണം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ ER ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് 2 ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഓരോ ഓർഗനൽ ഏതാണെന്ന് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ അവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ 2ആയിട്ട് കൊടുത്തു, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ചിലതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് മാത്രമേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയും അതുപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി. അപ്പൊ ഈ റഫും സ്മൂത്തും നിശ്ചയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റൈബോസോമിന്റെ പ്രസൻസ് ആണ്. അപ്പൊ റൈബോസോംസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോം ഒട്ടിപ്പിടിച്ച രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാം, നമ്മളിപ്പോൾ ഒരു നനഞ്ഞ ഒരു ഷീറ്റ് അല്ലെങ്കിൽ നനഞ്ഞ എന്തെങ്കിലും ഒരു കൈപ്പത്തി തന്നെ വെച്ചോളൂ, നമ്മളുടെ കയ്യിൽ വെള്ളം നനച്ചിട്ട്
മണലിൽ കൊണ്ട് പിടിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കൈ ഫുൾ എന്താവും? മണലാവും. അപ്പോൾ അത് റഫ് ആയിട്ട് മാറിയില്ലേ, പിരിപിരായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം വന്ന് പറ്റി പിടിച്ച സർഫേസ് ഉണ്ടെങ്കിൽ അതെന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിറച്ച് റൈബോസോം ആയതുകൊണ്ട് തന്നെ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ RER എന്തിന് സഹായിക്കുന്നു? പ്രോട്ടീൻ സിന്തസിസിൽ സഹായിക്കുന്നുണ്ട്, അതുപോലെ പ്രോട്ടീന്റെ സെക്രീഷനും സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രോട്ടീൻ സിന്തസിസിൽ സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്മൂത്ത് എന്താണ്? അവിടെ റൈബോസോംസ് ഒന്നും പ്രസന്റ് അല്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ SER റൈബോസോം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പ്രോട്ടീൻ സിന്തസിസ് ആബ്സെന്റ് ആണ്. പകരം ഏതിന്റെ സിന്തസിസ് നടക്കുന്നത്? ലിപ്പിഡിന്റെ സിന്തസിസും ആണ്. അതുപോലെ കുറച്ച് സ്റ്റിറോയിഡൽ ഹോർമോൺസിന്റെ സെക്രീഷനും ആര് നടത്തുന്നു? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നടത്തുന്നു. അപ്പോൾ സ്റ്റിറോയിഡൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ലിപ്പിഡ് സിന്തസിസിൽ പങ്കെടുക്കുന്നതും ആരാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്, അല്ലെങ്കിൽ SER ആണ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് വരുമ്പോൾ RER, അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ലിപ്പിഡ് സിന്തസിസ് വരുമ്പോൾ ആരാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്? ജീവനുള്ള എല്ലാ ഓർഗാനിസത്തിന്റെയും ഫണ്ടമെന്റൽ സ്ട്രക്ചറും അതുപോലെ ഫങ്ഷണൽ യൂണിറ്റും ആരെന്നാണ്? ഓപ്ഷൻ എ ടിഷ്യൂ, ഓപ്ഷൻ ബി ഓർഗൻ, ഓപ്ഷൻ സി സെൽ, ഓപ്ഷൻ ഡി ഓർഗാനിസം. ആരാണ്? സെല്ലാണ്. ഇപ്പൊ നമുക്കറിയാം സെല്ലാണ് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. Next question, who is credited with the discovery of human cells and bacteria using a powerful microscope lens? Microscope lens ആണ്. മൈക്രോസ്കോപ്പ് ലെൻസ്, പവർഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് ലെൻസ് ഉപയോഗിച്ച് ഹ്യൂമൻ സെൽസിനെയും അതുപോലെ ബാക്ടീരിയയും ആദ്യമായിട്ട് പഠിച്ച ആരെന്നാണ്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ബി ആന്റോൺ വാൻ ലിയോൺ ഹുക്ക്, ഓപ്ഷൻ സി തിയോഡർ ഷ്വാൻ, ഓപ്ഷൻ ഡി റുഡോൾഫ് വിർഷോ. ആരാണ്? വലിയ പേരുള്ള ആളാണ്. ആളുടെ പേരെന്താണ്? ആന്റോൺ വാൻ ലിയോൺ ഹുക്ക്. ഓപ്ഷൻ ബി ആണ്. ആന്റോൺ വാൻ ലിയോൺ ഹുക്ക് ആണ് എന്ത് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പ് ലെൻസ് ഉപയോഗിച്ച് ആദ്യമായി ഫസ്റ്റ് ടൈമിൽ ഹ്യൂമൻ സെൽസിനെയും ബാക്ടീരിയയും പഠിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള സയന്റിസ്റ്റ് എന്താ ചെയ്യുന്നത്? റോബർട്ട് ഹുക്ക് നമ്മൾ ഇനി പഠിക്കും. ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്ന ആളാണ് റോബർട്ട് ഹുക്ക്. അപ്പൊ ഓപ്ഷൻ സി തിയോഡർ ഷ്വാൻ എന്താണ്? തിയോഡർ ഷ്വാൻ സുവോളജിസ്റ്റ് ആണ്. അനിമൽ സെൽസിനെ പറ്റി പഠിക്കുന്ന ആരാണ്? തിയോഡർ ഷ്വാൻ ആണ്. അപ്പൊ ഇത് എങ്ങനെ ഓർത്തിരിക്കാന്ന് വെച്ചാൽ ചെറിയൊരു ക്ലൂ ആണ്. അതായത് നമ്മൾ ഷ്വാൻ എന്ന് പറയുന്നതും സ്വാൻ എന്ന് പറയുന്ന ഒരുപോലെ അല്ലേ? സ്വാൻ എന്ന് വെച്ചാൽ അരയന്നം എന്നാണ്. അപ്പൊ ഈ സ്വാൻ എന്ന് പറയുമ്പോൾ അനിമൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് അനിമൽ സെൽസിനെ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ തിയോഡർ ഷ്വാൻ എന്ത് ചെയ്തു? അനിമൽ സെൽസിലുള്ള സ്റ്റഡീസ് നടത്തി. ഇനി റുഡോൾഫ് വിർഷോ എന്താണ്? മോഡിഫൈ ചെയ്യാണ് ചെയ്തത്. എന്തിനെ മോഡിഫൈ ചെയ്തു? സെൽ തിയറിയെ മോഡിഫൈ ചെയ്തു. സെൽസിന്റെ ഡിവിഷനും അതുപോലെ സെൽസ് എവിടെ നിന്നാണ് പുതിയൊരു സെല്ല് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്നാണ് വരുന്നത് അനുസരിച്ച് പറഞ്ഞ ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. അപ്പൊ ആൻസർ ബി. ആന്റോൺ വോൺ ലിയോൺ ഹുക്ക് ആണ് എന്ത് ചെയ്യുന്നത്? പറയുന്ന മൈക്രോസ്കോപ്പ് ലെൻസ് ഉപയോഗിച്ച് ആദ്യമായിട്ട് ഹ്യൂമൻ സെൽസിനെയും അതുപോലെ ബാക്ടീരിയയും പറ്റി പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സയന്റിസ്റ്റ് പ്രപ്പോസ്ഡ് ദ സെൽ തിയറി എലോങ് വിത്ത് ദി തിയോഡർ ഷ്വാൻ? തിയോഡർ ഷ്വാന്റെ കൂടെ സെൽ തിയറി കൊണ്ടുവരുന്നത് ആരെന്നാണ്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ബി ആന്റോൺ വാൻ ലിയോൺ ഹുക്ക്, ഓപ്ഷൻ സി മാത്യാസ് സ്ലീഡൻ, ഓപ്ഷൻ ഡി റുഡോൾഫ് വിർഷോ. ആരാണ്? ഓപ്ഷൻ സി ആണ്, മാത്യാസ് സ്ലീഡൻ. അപ്പോൾ നമ്മളുടെ സംശയം നേരിട്ട് എന്ത് ചെയ്യും? റുഡോൾഫ് വിർഷോയിലേക്ക് പോകും. കാരണം സെൽ തിയറി മോഡിഫൈ ചെയ്തല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് സെൽ തിയറി കൊണ്ടുവരുന്നത് രണ്ട് സയന്റിസ്റ്റുമാർ ചേർന്നാണ്. അത് ഒരു സയന്റിസ്റ്റ് തിയോഡർ ഷ്വാൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആളുടെ പേരാണ് ചോദിക്കുന്നത്. ഇനി സെൽ തിയറി മോഡിഫൈ ചെയ്യാൻ സഹായിച്ച ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? റുഡോൾഫ് വിർഷോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ സെൽ തിയറി ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ്. സെൽ തിയറി അനുസരിച്ച് എല്ലാ ലിവിംഗ് ഓർഗാനിസംസും സെല്ല് കൊണ്ടാണ് മേട് തേക്കുന്നത്. അതുപോലെ സെൽസിന്റെ എന്തുകൊണ്ടാണ് കൂടി മേട് തേക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഓർഗൻസ്, ഓപ്ഷൻ ബി ടിഷ്യൂസ്, ഓപ്ഷൻ സി പ്രോഡക്ട്സ് ഓഫ് സെൽസ്, ഓപ്ഷൻ ഡി പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ സെൽ തിയറി അനുസരിച്ച് എല്ലാ ലിവിംഗ് ഓർഗാനിസംസും സെൽസ് കൊണ്ടാണ് മേട് തേക്കുന്നത്. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഓഫ് സെൽസ് കൊണ്ടാണ് മേട് തേക്കുന്നത്. സെൽസിന്റെ പ്രോഡക്ട്സ് കൂടി കൊണ്ടാണ് ആര് മേട് തേക്കുന്നത്? എല്ലാ ലിവിംഗ് ഓർഗാനിസവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലിവിംഗ് പാർട്ട് ഓഫ് ദി സെൽ ദാറ്റ് കംപ്രൈസസ് ഡിഫറെന്റ് സെല്ലുലാർ ഓർഗൻസ്? പലതരം സെല്ലുലാർ ഓർഗനൽസിനെ കംപ്രൈസ് ചെയ്തുകൊണ്ട് വരുന്ന ലിവിംഗ് പാർട്ട് ഓഫ് സെൽ ഏതെന്നാണ്? ഓപ്ഷൻ എ സൈറ്റോപ്ലാസം, ഓപ്ഷൻ ബി ന്യൂക്ലിയസ്, ഓപ്ഷൻ സി പ്ലാസ്മ മെംബ്രെയിൻ, ഓപ്ഷൻ ഡി സൈറ്റോസോൾ. ആരാണ്? സൈറ്റോപ്ലാസം ആണ്
സെൽസിന്റെ ലിവിംഗ് പാർട്ട് ഓഫ് സെൽ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ് എവിടെ കംപ്രൈസ് ആണ്? സൈറ്റോപ്ലാസത്തിൽ കംപ്രൈസ് ആണ്. Next question, what is the term for the movement of water from higher concentration to lower concentration by diffusion? വാട്ടറിന്റെ മൂവ്മെന്റ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഡിഫ്യൂഷൻ വഴി മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ ഓസ്മോസിസ്, ഓപ്ഷൻ ബി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ സി എൻഡോസൈറ്റോസിസ്, ഓപ്ഷൻ ഡി എക്സോസൈറ്റോസിസ്. എന്താണ്? ഓപ്ഷൻ എ ആണ്, ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എങ്ങനെയുള്ളതാണ്? ഒരു പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. അതുപോലെ എന്താണ്? എനർജി എന്താണ് അവിടെ ആവശ്യമില്ല. എനർജിയുടെ യൂട്ടിലൈസേഷൻ ഒന്നും നടക്കാണ്ടാണ് ഈ ഒരു പാസീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽസ്? താഴെ പറയുന്നതിൽ സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയെന്നാണ്? ഓപ്ഷൻ എ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്, ഓപ്ഷൻ ബി പ്രസൻസ് ഓഫ് എ ന്യൂക്ലിയസ്, ഓപ്ഷൻ സി മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പോ ഒരു സെൽസിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ സെൽസിന് എന്തുണ്ട്? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്, ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ, മൾട്ടി സെല്ലുലാർ അല്ല മൾട്ടി സെല്ലുലാർ ഓർഗനൽ ഉണ്ട്, ഓർഗനൽസ് കൂടി പ്രസന്റ് ആയിട്ടാണ് ആര് നിൽക്കുന്നത്? പറയുന്ന സെൽസ് നിൽക്കുന്നത്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൂന്നും എന്താണ് ആൻസർ? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, സെല്ലിന് വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, ന്യൂക്ലിയസ് പ്രസന്റ് ആണ്, അതുപോലെ മൾട്ടി സെല്ലുലാർ ഓർഗനൽസ് എവിടെ പ്രസന്റ് ആണ്? സെൽസിനകത്ത് പ്രസന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സെൽസ് ലോക്കേറ്റ് ന്യൂക്ലിയസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് ലാക്ക് ഓഫ് ന്യൂക്ലിയസ് ഉള്ളത്? ന്യൂക്ലിയസിന്റെ ആബ്സെൻസ് ഉള്ളത്? ഓപ്ഷൻ എ യൂകാരിയോട്ടിക് സെൽസ്, ഓപ്ഷൻ ബി പ്രോകാരിയോട്ടിക് സെൽസ്, ഓപ്ഷൻ സി ആനിമൽ സെൽസ്, ഓപ്ഷൻ ഡി പ്ലാന്റ് സെൽസ്. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസ് നമ്മൾ എന്ത് വിളിക്കും? പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് വിളിക്കും. ഓപ്ഷൻ ബി ആണ്. എക്സാമ്പിൾ ഏതാണ്? ബാക്ടീരിയ ആണ്. ബാക്ടീരിയക്ക് എന്തില്ല? ബാക്ടീരിയക്കകത്ത് ന്യൂക്ലിയസ് ഇല്ല. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടിക് സെൽസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ബാക്ടീരിയ ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? കിങ്ഡം മൊണീറയ്ക്കകത്താണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു പ്രപ്പോസ്ഡ് ദ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ? പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കൊണ്ടുവരുന്ന ആരെന്നാണ്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ബി ആന്റോൺ വോൺ ലിയോൺ ഹുക്ക്, ഓപ്ഷൻ സി സിംഗർ ആൻഡ് നിക്കോൾസൺ, ഓപ്ഷൻ ഡി തിയോഡർ ഷ്വാൻ. ആരാണ്? രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കൊണ്ടുവരുന്നത്. ആരൊക്കെയാണ്? സിംഗറും നിക്കോൾസണും ആണ്. ഓപ്ഷൻ സി ആണ്. സിംഗർ ആൻഡ് നിക്കോൾസൺ ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് സെൽ മെറ്റീരിയൽ ഇൻ ദി സെൽ? സെല്ലിനകത്തുള്ള മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുക, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ഏത് ഓർഗനൽ എന്നാണ്? ഓപ്ഷൻ എ റൈബോസോം, ഓപ്ഷൻ ബി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ സി ഗോൾഗി അപ്പാരറ്റസ്, ഓപ്ഷൻ ഡി ലൈസോസോംസ്. അപ്പോ ഈ സെൽ മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിന് ആവശ്യാനുസരണം ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ എല്ലാം ചെയ്യുന്നത് ഒരു ട്യൂബുലാർ ഓർഗനൽ ആണ്. ട്യൂബുലാർ ഓർഗനൽ ആരാണ് ഇവിടെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എങ്ങനെയുള്ളതാണ്? ട്യൂബുലാർ ആണ്. രണ്ട് രീതി കാണുന്നുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിൽ പങ്കെടുക്കുന്നു? പ്രോട്ടീന്റെ സിന്തസിന് സഹായിക്കുന്നു. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? ലിപ്പിഡ് സിന്തസിസിനാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൽ ഈസ് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെക്രീഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓർഗനൽ ആണ് പ്രോട്ടീൻ സിന്തസിസിനും അതിന്റെ സെക്രീഷനും സഹായിക്കുന്നതെന്നാണ്? ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി റൈബോസോംസ്, ഓപ്ഷൻ സി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ ഡി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ പ്രോട്ടീൻ സിന്തസിസിനും അതിന്റെ സെക്രീഷനും സഹായിക്കുന്ന ആരാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. പ്രോട്ടീൻ സിന്തസിസിന് മാത്രം സഹായിക്കുന്ന ആരാണ്? റൈബോസോം. റൈബോസോമില് പ്രോട്ടീന്റെ സിന്തസിസ് മാത്രമേ ഉള്ളൂ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യുന്നുണ്ട്? സിന്തസിസും അതുപോലെ സെക്രീഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? റൈബോസോംസ് അതിന്റെ സർഫസിനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ഇൻ ഹ്യൂമൻ എറിത്രോസൈറ്റ് മെംബ്രെയിൻ ഈസ് അപ്രോക്സിമേറ്റ്ലി? ഹ്യൂമനിന്റെ എറിത്രോസൈറ്റ് മെംബ്രെയിനകത്ത് പ്രോട്ടീൻ ലിപ്പിഡിന്റെ റേഷ്യോ എങ്ങനെയുള്ളതെന്നാണ്? ഓപ്ഷൻ എ 60% പ്രോട്ടീൻ, 30% ലിപ്പിഡ്, ഓപ്ഷൻ ബി
40% protein, 52% lipid. Option C, 70% protein, 20% lipid. Option D, 52% protein, 40% lipid. അപ്പൊ നമുക്ക് ഒരു 40-52ന്റെ കണക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഇപ്പൊ 40-52 മാത്രം മതി. എങ്ങനെയാണ്? 52% പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ അളവാണ് കൂടുതൽ. 52% പ്രോട്ടീനും 40% ലിപ്പിഡും ആണ് കാണുന്നത്. ഓപ്ഷൻ ഡി ആണ് 52% പ്രോട്ടീൻ ആൻഡ് 40% ഓഫ് ലിപ്പിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സയന്റിസ്റ്റ് ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ് ദ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്? ഏത് സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഒരു പുതിയ സെല്ല് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞതെന്നാണ്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ സി ആന്റോൺ വാൻ ലിയോൺ ഹുക്ക്, ഓപ്ഷൻ സി മാത്യാസ് ലീഡൻ, ഓപ്ഷൻ ഡി റുഡോൾഫ് വിർഷോ. അപ്പോ റോബർട്ട് ഹുക്ക് അല്ല നമുക്കറിയാം. ആന്റോൺ വാൻ ലിയോൺ ഹുക്ക് ആദ്യമായിട്ട് പഠിച്ച ആളാണ്. മാത്യാസ് ലീഡനും സെൽ തിയറി പ്രപ്പോസ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഈ സെൽസിന്റെ പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആരാണ്? ഓപ്ഷൻ ഡി ആണ്. സെൽ തിയറി മോഡിഫൈ ചെയ്യുന്ന കൂട്ടത്തിലാണ് റുഡോൾഫ് വിർഷോ എന്ത് പറയുന്നത്? പുതിയ സെൽസ് എല്ലാം പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് വരുന്നതെന്നുള്ള കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ? താഴെ തന്നിരിക്കുന്നതിൽ പ്ലാസ്മ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്? ഓപ്ഷൻ എ പ്രോട്ടീൻ സിന്തസിസ്, ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്, ഓപ്ഷൻ സി എനർജി പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി DNA റെപ്ലിക്കേഷൻ. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ എന്തിനാ സഹായിക്കുന്നത്? തൊട്ടടുത്തൊരു സെൽസിൽ നിന്ന് എന്തെങ്കിലും ഒരു മോളിക്യൂൾ ഈ ഒരു സെൽസിലേക്ക് വരുമ്പോൾ അതിന് എന്ത് ചെയ്യുക? നോക്കി പരിശോധിച്ചതിന് ശേഷം കടത്തി വിടുക. അല്ലെങ്കിൽ സെൽസിനകത്തു നിന്നുള്ളൊരു കണ്ടന്റ് അപ്പുറത്തേക്ക് ഒരു സെല്ലിലേക്ക് പോകണമെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? കടത്തി വിടുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫ്ലൂയിഡ് ഫിൽഡ് മെറ്റീരിയൽ വിത്ത് ഇൻ സെൽസ് പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ്? ഒരു സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിന്റെ അകത്ത് കാണുന്ന ഫ്ലൂയിഡ് ഫിൽഡ് മെറ്റീരിയലിന്റെ പേരെന്താണെന്നാണ്? ഓപ്ഷൻ എ സൈറ്റോസോൾ, ഓപ്ഷൻ ബി ന്യൂക്ലിയോപ്ലാസം, ഓപ്ഷൻ സി എൻഡോപ്ലാസം, ഓപ്ഷൻ ഡി സൈറ്റോപ്ലാസം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സൈറ്റോപ്ലാസം ആണ് പ്ലാസ്മ മെംബ്രെയിന്റെ അകത്ത്, സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിൻ അകത്ത് കാണുന്ന ഫ്ലൂയിഡ് ഫിൽഡ് മെറ്റീരിയൽ. അപ്പോ അതെന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി എന്താണ് സൈറ്റോസോൾ? സൈറ്റോസോൾ എന്ന് വെച്ചാൽ ഒരു വാട്ടറി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഈ വാട്ടറി ലൈക്ക് സബ്സ്റ്റൻസിന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്? ഈ സെൽ ഓർഗനൽസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസവും സൈറ്റോസോളും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളില് സെൽ ഓർഗനൽസിനെ ഇരിക്കുന്ന സ്ഥലത്ത് കാണുന്ന വാട്ടറി സബ്സ്റ്റൻസ് ആണ് സൈറ്റോസോൾ. സൈറ്റോപ്ലാസം എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ അകത്ത് കാണുന്ന ഫ്ലൂയിഡ് ഫിൽഡ് മെറ്റീരിയലിനെയാണ് എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിയോലസ്? ന്യൂക്ലിയോലസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നാണ്? ഓപ്ഷൻ എ പ്രോട്ടീൻ സിന്തസിസ്, ഓപ്ഷൻ ബി DNA റെപ്ലിക്കേഷൻ, ഓപ്ഷൻ സി റൈബോസോം പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി ലിപ്പിഡ് സിന്തസിസ്. ഇപ്പൊ ന്യൂക്ലിയോളസ് ഒക്കെ നമുക്കിനി വരുന്നുണ്ട്. ഇപ്പൊ ന്യൂക്ലിയോളസിന്റെ ഫംഗ്ഷൻ എന്താണ്? റൈബോസോമിന്റെ പ്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻവോൾവ്സ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ബൈ ദ സെൽ? സെൽസിനകത്ത് നടക്കുന്ന ഏത് തരം ട്രാൻസ്പോർട്ടിലാണ് എനർജി എക്സ്പെൻഡിച്ചർ, അതായത് എനർജി യൂട്ടിലൈസേഷൻ നടക്കുന്നതെന്നാണ്? ഓപ്ഷൻ എ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ ബി പാസീവ് ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ സി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓപ്ഷൻ ഡി ഓസ്മോസിസ്. അപ്പോ എനർജി എക്സ്പെൻഡിച്ചർ നടക്കണമെങ്കിൽ അവിടെ എങ്ങനെയുള്ളതാണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതായത് സാധാരണഗതിയിൽ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മോളിക്യൂൾസ് മൂവ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എനർജി എക്സ്പെൻഡിച്ചർ നടക്കുന്നത് കൊണ്ട് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ട് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ അതെങ്ങനെയാണ്? റാപ്പിഡ് പ്രോസസ് ആണ്. എനർജി എല്ലാം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്? പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സ് കൂടിയാണ് ആര്? ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, സെൽ വോൾ ഓർ സെൽ മെംബ്രെയിൻ can function as the protective membrane depending on the cell type. സെല്ലിന്റെ ടൈപ്പ് അനുസരിച്ച് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, അതുപോലെ സെൽ വോള്, സെൽ മെംബ്രെയിൻ എല്ലാം ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആയിട്ട് നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എവിടെയാ പറഞ്ഞത്? സെൽ വോള് വരുന്നത് പ്ലാന്റ് സെല്ലാണെന്ന് പറഞ്ഞു. അനിമൽ സെല്ലില് സെൽ വോള് ലാക്കാണ്. അപ്പം ആ ഒരു അനിമൽ സെല്ല് വരുമ്പോൾ അത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആയിട്ട് മാറും. അനിമൽ സെൽസിലേക്ക് വരുമ്പോൾ അതൊരു സെൽ വോളായിട്ട് മാറും. ഈ മെംബ്രെയിൻസ് എല്ലാം എന്താ ചെയ്യുന്നത്? സെൽസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ
എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പാസീവ് ട്രാൻസ്പോർട്ട് ഓൾവേസ് ഒക്കേഴ്സ് അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. പാസീവ് ട്രാൻസ്പോർട്ട് എപ്പോഴും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ ശരിക്കും പാസീവ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എല്ലാം നോക്കിയിട്ട് എനർജി ഒന്നും യൂട്ടിലൈസ് ചെയ്യാണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കോൺസെൻട്രേഷൻ ഗ്രേഡിന് എഗെയിൻസ്റ്റ് അല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ ന്യൂക്ലിയോലസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ലിപ്പിഡ് സിന്തസിസ്. ന്യൂക്ലിയോലസ് ആണ് ലിപ്പിഡ് സിന്തസിസിന് കാരണം എന്നാണ്. ന്യൂക്ലിയോലസ് അല്ല, ആരാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് ലിപ്പിഡ് സിന്തസിസിന് വരുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് ഈസ് ഇൻവോൾവ് ഇൻ ദ മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിംഗ് ഓഫ് പ്രോട്ടീൻ. ഗോൾഗി അപ്പാരറ്റസ് പ്രോട്ടീൻസിന്റെ മോഡിഫിക്കേഷനും അതുപോലെ പാക്കേജിനും സഹായിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ഇനി ഗോൾഗി അപ്പാരറ്റസ് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഗോൾഗി അപ്പാരറ്റസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഗോൾഗി ബോഡീസിനുള്ളത് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസിനുള്ളത്. പാക്കേജിംഗ് ഓഫ് പ്രോട്ടീൻസും പാക്കേജിംഗ് ഓഫ് ലിപ്പിഡ്സും ആര് ചെയ്യുന്നുണ്ട്? ഗോൾഗി അപ്പാരറ്റസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 1ഉം 4ഉം ആണ് നമുക്ക് ശരിയായിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കാം. നൺ ഓഫ് ദീസ് അല്ല, ഓൾ ഓഫ് ദീസും അല്ല, ബോത്ത് 1 and 4. 1ഉം 4ഉം ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്, ബോത്ത് 2 and 3 അല്ല. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 4. ആദ്യത്തേതും നാലാമത്തേതുമാണ് ശരിയായിട്ട് കിട്ടിയേക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു മാത്യാസ് സ്ലീഡൻ observed that all animals are composed of different kinds of cells. മാത്യാസ് സ്ലീഡൻ ആണ് ആനിമൽസിനെ പറ്റി പഠിച്ചതിന് ശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ് ഈ ആനിമൽസിന്റെ ബോഡി മെയ്ഡ് ചെയ്തേക്കുന്നത് പറഞ്ഞു എന്നാണ്. ശരിക്കും ആരാ ചെയ്യുന്നത്? അത് ശ്വാൻ ആണ് ചെയ്യുന്നത്. തിയോഡാർ ശ്വാൻ ആണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആ ശ്വാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞത്. സ്വാൻ അനിമൽ അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ സ്ലീഡൻ എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സിനെയാണ് പഠിച്ചത്. മാത്യാസ് സ്ലീഡൻ പ്ലാന്റ്സിനെ പറ്റിയാണ് പഠിച്ചത്. മാത്യാസ് സ്ലീഡൻ അനിമൽസ് അല്ല. ഇവിടെ ആരാണ്? പ്ലാന്റ്സ് വരണമായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് എന്താ പറയുന്നത്? ദ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ വാസ് പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് ആണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കൊണ്ടുവരുന്നതെന്നാണ്. റോബർട്ട് ഹുക്ക് എന്താ ചെയ്യുന്നത്? റോബർട്ട് ഹുക്ക് ന്യൂക്ലിയസിനെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കൊണ്ടുവരുന്ന ആരാണ്? സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്തായിപ്പോയി? തെറ്റായിപ്പോയി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഓഫ് സെൽ മെറ്റീരിയൽ. സെൽസിനകത്തുള്ള മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആര് ചെയ്യുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. മാത്യാസ് സ്ലീഡൻ അല്ല, ശ്വാൻ ആണ് എന്ത് ചെയ്യുന്നത്? ആനിമൽ സെൽസിനെ പറ്റി പഠിക്കുന്നത്. അതുപോലെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കൊണ്ടുവരുന്ന ആരാണ്? സിംഗർ നിക്കോൾസണും ചേർന്നാണ്. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷനിലേക്ക് നോക്കാം. only 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബോത്ത് 1 and 2 ആണ് ഇവിടെ തെറ്റായിട്ട് കിട്ടിയേക്കുന്നത്. നൺ ഓഫ് ദി അബോവ് അല്ല, ഓൾ ഓഫ് ദി അബോവ് അല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബോത്ത് 1 and 2 ആണ് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ. Next question, what is the process by which the cell membrane surrounds and engulf particles to bring them into the cells? ഏത് പ്രോസസ്സ് വഴിയിട്ടാണ് സെൽസ് എൻഗൾഫ് ചെയ്യുന്നത്? സെൽ മെംബ്രെയിൻസ് എന്ത് ചെയ്യുന്നത്? എൻഗൾഫ് ചെയ്തിട്ട് പാർട്ടിക്കിൾസിനെ സെൽസിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഓപ്ഷൻ എ എക്സോസൈറ്റോസിസ്, ഓപ്ഷൻ ബി ഓസ്മോസിസ്, ഓപ്ഷൻ സി എൻഡോസൈറ്റോസിസ്, ഓപ്ഷൻ ഡി ഡിഫ്യൂഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ ഈ ഫ്ലൂയിഡ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ സെൽ ഗ്രോത്തിനും അതുപോലെ സെൽ ഡിവിഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു എൻഡോസൈറ്റോസിസ് എന്നൊരു ഫംഗ്ഷൻ. എന്താണ് എൻഡോ എന്ന് പറയുമ്പോൾ അകത്ത് നടക്കുന്ന കാര്യമാണ്, എൻഡർ എന്ന് പറയുമ്പോൾ അകത്തല്ലേ. അപ്പൊ എൻഡോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അകത്തേക്കാണ്. ഈ ഫ്ലൂയിഡ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള മെറ്റീരിയൽസിനെയൊക്കെ എൻഗൾഫ് ചെയ്തിട്ട് സെൽസിനകത്തേക്ക് കൊണ്ടുവരാൻ ആരെ കൊണ്ട് പറ്റും? പ്ലാസ്മ മെംബ്രെയിനെ കൊണ്ട് പറ്റും. അപ്പൊ ഓപ്ഷൻ സി ആണ്, എൻഡോസൈറ്റോസിസ് ആണ് ഈ പറയുന്ന കാര്യം. അതായത് പാർട്ടിക്കിൾസിനെയൊക്കെ എന്ത് ചെയ്യുക? സെൽസിന്റെ അകത്തേക്ക് എൻഗൾഫ് ചെയ്ത് കൊണ്ടുവരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ സജസ്റ്റ് ദാറ്റ്. എന്താണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പറയുന്നതെന്നാണ്. ഓപ്ഷൻ എ, ദ മെംബ്രെയിൻ ഈസ് റിജിഡ് ആൻഡ് സ്റ്റാറ്റിക്. മെംബ്രെയിൻ കട്ടിയോടെയും അനങ്ങാതെ നിൽക്കുന്നതാണെന്നാണ്. അങ്ങനെയല്ല ആര് നിൽക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ നിൽക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആർ ഇമ്മൊബൈൽ വിത്തിൻ ദ മെംബ്രെയിൻ. മെംബ്രെയിനകത്ത് ലിപ്പിഡ്സിനും പ്രോട്ടീൻസിനും അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് കാണുന്നതെന്നാണ്. അങ്ങനെയല്ല, മെംബ്രെയിൻസിനകത്ത് എന്താണ്? ഈ പ്രോട്ടീൻസ് ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഒരു പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് നേച്ചർ ഉള്ളതുകൊണ്ടാണ്.
മൂന്നാമത് എന്താ പറയുന്നത്? ലിപ്പിഡ് ഇനാബിൾ ലേറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് വിത്തിൻ ദി ബൈലെയർ. ബൈലെയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. അതിനകത്ത് ഈ ലിപ്പിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്രോട്ടീൻസിന്റെ ലാറ്ററൽ മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. ആ ഒരു മൂവ്മെന്റ് ആണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ കൂടി പറയുന്നത്. അപ്പം മൂന്നാമത്തെയാണ് ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ്. നാലാമത് പറയുന്നത് മെംബ്രെയിൻ ഈസ് സോളിഡ് സ്ട്രക്ചർ വിത്തൗട്ട് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ട്രക്ചർ അല്ല ആര്? പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ അനങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻസിനെ കൊണ്ട് പ്രോട്ടീൻസിന് ചാടി ലാറ്ററൽ മൂവ്മെന്റ് നടത്താൻ പറ്റുന്ന രീതിയിലാണ് ആര് കാണപ്പെടുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ കാണപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ്. ലിപ്പിഡ്സ് ഇനേബിൾസ് ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് വിത്തിൻ ദി ബൈലെയർ. ഈ ബൈലെയറിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ പ്രോട്ടീൻസ് എന്ത് ചെയ്യാൻ പറ്റും? ചാടി നിൽക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ എനർജി പ്രൊഡക്ഷൻ ഇൻ സെൽ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓർഗനലാണ് എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്നതാണ്? ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ഡി ലൈസോസോംസ്. നമുക്ക് പഠിക്കാൻ വരുന്നതേ ഉള്ളൂ. എനർജി പ്രൊഡക്ഷൻ സഹായിക്കുന്ന ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ എന്ത് വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നത്. സെൽസിന് ഫംഗ്ഷൻ ചെയ്യാനുള്ള പവർ സപ്ലൈ അല്ലെങ്കിൽ എനർജി സപ്ലൈ കൊടുക്കുന്ന ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഗോൾഗി അപ്പാരറ്റസ്? ഗോൾഗി അപ്പാരറ്റസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നാണ്? ഓപ്ഷൻ എ പ്രോട്ടീൻ സിന്തസിസ്, ഓപ്ഷൻ ബി ലിപ്പിഡ് സിന്തസിസ്, ഓപ്ഷൻ സി മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിംഗ് ഓഫ് പ്രോട്ടീൻ, ഓപ്ഷൻ സി റൈബോസോം പ്രൊഡക്ഷൻ. അപ്പൊ ഗോൾഗി അപ്പാരറ്റസ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിംഗ് ഓഫ് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് പ്ലസ് ലിപ്പിഡ്സ് ഉണ്ട്. ലിപ്പിഡ്സിന്റെ മോഡിഫിക്കേഷനും പാക്കേജിനും ആര് സഹായിക്കുന്നുണ്ട്? ഗോൾഗി അപ്പാരറ്റസ് സഹായിക്കുന്നുണ്ട്. Next question, which structure divides the intracellular space into luminal and extraluminal compartment? സെല്ലിനകത്തുള്ള സ്പേസിനെ എക്സ്ട്രാ ലൂമിനൽ എന്നും ലൂമിനൽ എന്നും പറയുന്ന രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കുന്നത് ഏത് ഓർഗനൽ എന്നാണ്? ഓപ്ഷൻ എ ഗോൾഗി അപ്പാരറ്റസ്, ഓപ്ഷൻ ബി ന്യൂക്ലിയസ്, ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ ഡി ലൈസോസോം. ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. നമ്മൾ ആ ഫിഗർ ഒക്കെ വരച്ചതാണ്. സെൽസിനകത്ത് ട്യൂബുലർ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ട് സെല്ലിനെ തിരിക്കുന്നു. എക്സ്ട്രാ ലൂമിനൽ ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പുറത്തുള്ള സ്പേസ്, അതുപോലെ ലൂമിനൽ എന്താണ്? ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് അകത്ത് വരുന്ന സ്പേസ്. അങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. Next question, what is the term for the movement of molecules across the cell membrane against concentration gradient? Concentration gradientന് against ആയിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട് സെല്ലിനകത്തുള്ള മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന പ്രോസസ് ഏതെന്നാണ്? ഓപ്ഷൻ എ ഓസ്മോസിസ്, ഓപ്ഷൻ ബി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ സി ഡിഫ്യൂഷൻ, ഓപ്ഷൻ ഡി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഇവിടെ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. എനർജി യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്? റാപ്പിഡ് പ്രോസസ്സ് കൂടിയാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ സെർ, SER, സെറിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്? ഓപ്ഷൻ എ പ്രോട്ടീൻ സിന്തസിസ്, ഓപ്ഷൻ ബി ലിപ്പിഡ് സിന്തസിസ്, ഓപ്ഷൻ സി റൈബോസോം പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി DNA റെപ്ലിക്കേഷൻ. അപ്പൊ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനു സഹായിക്കുന്നു? ലിപ്പിഡ് സിന്തസിസിന് സഹായിക്കുന്നു. പ്ലസ് സ്റ്റിറോയിഡ് ഹോർമോണിന്റെ ഫംഗ്ഷനും ആര് ചെയ്യുന്നുണ്ട്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്നുണ്ട്. അപ്പൊ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സയന്റിസ്റ്റ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് റൈബോസോംസ്? ഏത് സയന്റിസ്റ്റ് ആണ് റൈബോസോമിന്റെ ഡിസ്കവറി ചെയ്തിട്ട് ക്രെഡിറ്റ് നേടിയെന്നാണ്? ഓപ്ഷൻ എ ജോർജ് പലേഡ്, ഓപ്ഷൻ ബി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ സി ആന്റോൺ വാൻ ലിയോൺ ഹുക്ക്, ഓപ്ഷൻ ഡി തിയോഡർ ഷ്വാൻ. ആരാണ്? ഓപ്ഷൻ എ ജോർജ് പലേഡിനാണ് എന്ത് ചെയ്യുന്നത്? റൈബോസോമിനെ കണ്ടുപിടിച്ചതിനുള്ള ക്രെഡിറ്റ് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഒബ്സർവ്ഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഫോമിംഗ് ടിഷ്യൂസ്? ആരാണ് പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡീസ്, ഒബ്സർവേഷൻസ് എല്ലാം നടത്തിയതിനു ശേഷം പ്ലാന്റ്സിന്റെ സെൽസ് എല്ലാം ഡിഫറെന്റ് കൈൻഡ്സ് കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് കൊണ്ട് മേഡ് ചെയ്തേക്കുന്ന ടിഷ്യൂ ആണ് പ്ലാന്റ്സിനുള്ളതെന്ന് കണ്ടുപിടിച്ചതെന്നാണ്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ബി ആന്റോൺ വാൻ ലിയോൺ ഹുക്ക്, ഓപ്ഷൻ സി മാത്യാസ് ലീഡൻ, ഓപ്ഷൻ ഡി തിയോഡർ ഷ്വാൻ. അപ്പൊ നമുക്ക് ഓൾറെഡി ഷ്വാന്റെ കാര്യം അറിയാം. ഷ്വാൻ ആരായിരുന്നു? അനിമൽ സെല്ല് കണ്ടുപിടിച്ച ആളാണ്. അപ്പൊ ആരാണ്? മാത്യാസ് ലീഡൻ ആണ് പ്ലാന്റ് സെല്ലിനെ പറ്റിയുള്ള സ്റ്റഡീസ് എല്ലാം നടത്തിയത്. ഓപ്ഷൻ സി ആണ് മാത്യാസ് സ്ലീഡൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, സെൽ വോൾ ഓർ സെൽ മെംബ്രെയിൻ ക്യാൻ ഫംഗ്ഷൻ ആസ് ദി പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഡിപ്പെൻഡിങ് ഓൺ ദ സെൽ ടൈപ്പ്. സെൽ ടൈപ്പ് അനുസരിച്ച് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, സെൽ വോൾ, സെൽ മെംബ്രെയിൻ എല്ലാം ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും എന്നാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നാണ്. നമുക്കറിയാം പ്ലാന്റ് സെല്ലിന്റെ
കാര്യം വരുമ്പോൾ പ്ലാന്റ് സെല്ലിനെ പ്രൊട്ടക്റ്റീവ് മെമ്പർ ആയിട്ട് നിൽക്കുന്ന ആരാണ്? സെൽ വോൾ ആണ്. പക്ഷെ അതേസമയം അനിമൽ സെൽസിന് സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ സെൽ മെംബ്രെയിൻ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. സെൽ മെംബ്രെയിൻ കമ്പോസ് ചെയ്തേക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഓസ്മോസിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന മൂവ്മെന്റ് ആണെന്നാണ്. അവിടെ എന്താ തെറ്റ്? ഓസ്മോസിസ് നമ്മൾ എന്താ പഠിച്ചത്? പാസീവ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ്. എനർജി യൂസ് ഒന്നും നടക്കാണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ സിമ്പിൾ ആയിട്ട് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി ഹയർ കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് നിന്ന് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചാണ് മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദെയർ പ്രോഡക്ട്സ് അക്കോർഡിംഗ് ടു ദി സെൽ തിയറി. സെൽ തിയറി അനുസരിച്ച് എല്ലാ ലിവിംഗ് ഓർഗാനിസംസും സെൽസ് കൊണ്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത്, അതുപോലെ സെൽസിന്റെ പ്രോഡക്ട്സ് കൊണ്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെൽ തിയറിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. എന്താണ്? എല്ലാ സെൽസും അറിയുന്നത് എവിടെ നിന്നാണ്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. മുന്നേ ഉണ്ടായിരുന്ന ഒരു സെൽസിൽ നിന്ന് മാത്രമേ പുതിയൊരു സെൽ എന്ത് ചെയ്യുള്ളൂ? ഡിറൈവ് ചെയ്ത് വരുവുള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പ്രോ കാരിയോട്ടിക് സെൽസ് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. പ്രോ കാരിയോട്ടിക് സെൽസിന് വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ടെന്നാണ്. അപ്പോ സെൽസിലെ ന്യൂക്ലിയസിന്റെ പ്രസൻസ് അനുസരിച്ച് സെൽസിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. പ്രോ കാരിയോട്ടിക് സെൽസ് എന്നും യു കാരിയോട്ടിക് സെൽസ് എന്നും. പ്രോ കാരിയോട്ടിക് സെൽസിൽ എന്തില്ല? ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിട്ടുള്ള സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോ കാരിയോട്ടിക് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തവയാണ് ആര്? പ്രോ കാരിയോട്ടിക് സെൽസ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കിവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കാം. only two അല്ല, only 4 അല്ല, both 1 and 3. both 1 and 3 ആണ് ശരിയായി കിട്ടിയേക്കുന്നത്. 2 and 4 അല്ല. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. both 1 and 3 ആണ് ആൻസർ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു ഫസ്റ്റ് പാർട്ടിൽ സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫിലെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ബാക്കിയുള്ള സെൽ ഓർഗനൈസിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.